इसलिए परमेश्वर को धन्यवाद करता हूँ। കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു പ്രസംഗം എനിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ജോയ് പാസ്റ്ററെ വിളിക്കും. ജോയ് പാസ്റ്റർ ഉടനെ തയ്യാറാ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി. दास बोला जैसा मुझे ऐसा संदेश के लिए अवसर मिलता है, मैं तुरंत जॉय पास्टर को फोन करता हूँ, पास्टर ट्रांसलेशन के लिए तैयार हो जाता है. അങ്ങനെ തന്നെയാണ് തിരിച്ചു. പാസ്റ്ററുടെ പിന്നെ വചനം പരിഭാഷപ്പെടുത്താനും ദൈവം എനിക്കും കൃപ തരുന്നു. वैसा ही मुझे भी ऐसा अवसर मिलता है, जॉय पास्टर वचन से बातें करने के समय उसका अनुवाद करने के लिए मुझे अवसर मिलता है. ഏത് സമയത്തും ഞങ്ങൾ രണ്ടുപേരും തയ്യാറാ. कौन सा भी समय हो हम दोनों तैयार है. അത് ഒരു ദൈവനാമത്തിന്റെ ഒരു മഹത്വവും ദൈവത്തിന്റെ ഒരു കരുണയുമാണ്. परमेश्वर का नाम का महिमा हो और परमेश्वर का दया है. ഒരാളോടൊന്ന് പ്രസംഗിക്കാൻ പറയുന്ന അയ്യോ ഞാൻ തയ്യാറായില്ല, അതുകൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. एक जन को हम वचन प्रचार करने के लिए अगर बुलाएगा तो वो कहता है कि मैं आज तैयार नहीं हूँ, मुझे आज नहीं कर सकता, वो बोलते हुए मैं सुना है. എന്നാ എന്നെ സംബന്ധിച്ച് ഉടുപ്പിട്ടാ മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം തമ്പുരാൻ അങ്ങ് ചെയ്തു തരും. लेकिन मेरा बारे में ऐसा नहीं है, खाली शर्ट पहनना है, बाकी सब कुछ प्रभु समय पर दे देता है. അത് ദൈവത്തിന്റെ ഒരു കരുണയും ദയയുമാണ്. परमेश्वर का एक दया है और उसकी करुणा है. അതിനു വേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. उसके लिए मैं इंतजार करके प्रार्थना करता हूँ, आप लोग हमारे लिए खास प्रार्थना करें. ഞാൻ ഇന്ന് പ്രസംഗിക്കാനായിട്ട് എനിക്ക് കർത്താവ് തന്ന ഒരു വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. വേറൊരു തരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനോടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള വാക്കാണ് എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം. आज मुझे मिला हुआ एक वचन है कि हम सब लोग अच्छी तरह से जानते हुए सुपरिचित वचन है, लूका का सुसमाचार 19वां अध्याय उसका 10वां आयत में, क्योंकि मनुष्य का पुत्र खोए हुओं को ढूंढने और उनका उद्धार करने आया है. इस वचन से लेकर दूसरे एक तरीका से मैं समझाना चाहता हूँ. ദൈവത്തിന്റെ വചനത്തില് പറയുന്നുണ്ട് അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകരുതെന്ന്. परमेश्वर के वचन में ये लिखा है कि उनके कोई हड्डियां ना टूटना चाहिए. ഞാൻ 1989 ടൂ വീലർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗുജറാത്ത് ജാംനഗറിൽ വെച്ച് 1980 में गुजरात रामनगर में रहने के समय पहले बार मैं टू व्हीलर का चलाना शुरू किया. 89 89 में. ഇത്രയും കാലം കൊണ്ട് ഞാൻ 8 ടൂ വീലർ മേടിച്ചു. इसका बीच में मैं 8 जो टू व्हीलर खरीदा हुआ है. ഇപ്പോഴും കയ്യിലിരിക്കുന്ന വണ്ടി 1,15,000 കിലോമീറ്റർ അടുത്ത ഓടിക്കഴിഞ്ഞു. 1,15,000 तक किलोमीटर अभी भी मैं चलाते हुए गाड़ी तो चला है. ഇപ്പോൾ എനിക്ക് നിലവിൽ 2 വണ്ടി എന്റെ കയ്യിലുണ്ടായിരുന്നു. 2 വണ്ടി ഉണ്ടായിരുന്നു. अभी जो है मेरे पास है वैसा 2 गाड़ियां मेरे पास था. അപ്പോൾ ഇതിന് കയ്യിലിരുന്ന ഒരു വണ്ടി അങ്ങ് പ്രായപൂർത്തിയായത്, ഓടിച്ചതിന്റെ ജ്യൂസ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ഒരു ദൈവദാസനോട് പറഞ്ഞു, ഇത് പേര് കൂട്ടിയെടുത്ത് കൊണ്ടുപോക്കോളാം, പൈസ 10 പൈസ പോലും തരണ്ട, കൊണ്ടുപോക്കോളാം പറഞ്ഞു. ये गाड़ी तो ऐसा था, मैं बहुत सारे इस्तेमाल किया है, उसी कारण मैं एक परमेश्वर के को बोला ये आप लेके जाओ, मुझे 5 पैसा भी नहीं चाहिए. അത് അദ്ദേഹത്തിന് കൊടുത്തു. കഴിഞ്ഞ ദിവസം കണ്ടു, നല്ല ഭംഗിയായിട്ട് പോത്ത് മിനുക്കി നന്നായി അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നി. दिन में उन्हें मिला है, देखने के समय उसी गाड़ी को उसने अच्छी तरह से साफ सफाई करके चलाते हुए देखा, मुझे बहुत आनंद हुआ. ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഈ വണ്ടിയും പ്രായപൂർത്തിയായി, അതുകൊണ്ട് എനിക്കൊരു വണ്ടി എടുത്തു തരണം, ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞു. मैंने बच्चों से कहा ये मेरा गाड़ी भी बहुत उम्र हो चुका है, मुझे और एक नया गाड़ी खरीद करके दे दो. उसने बोला अभी नहीं हो सकता है. ഞാൻ പറഞ്ഞു, എനിക്ക് ലോണിലെങ്കിലും ഒരു വണ്ടി എടുത്തതാ, ഞാനിതും കൊണ്ട് നടന്നിങ്ങനെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. मैंने बोला मुझे लोन में कम से कम एक गाड़ी खरीद करके दे दो, मैं ये लेके बहुत कष्ट उठा रहा हूँ. ഒരു രക്ഷയുമില്ല, ഇപ്പൊ മിണ്ടരുതെന്ന് എന്നോട് പറഞ്ഞു. मुझे बोला अभी कुछ भी कर नहीं सकता है, अभी मुंह नहीं खोलना है. ഏതായാലും ഇതുകൊണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുക. लेकिन मैं वो रखे अभी भी चला रहा हूँ.
അപ്പൊ ഞാന് ഇത്രയും വർഷം 10-35 വർഷം ഈ 2 വീലർ ഓടിച്ച് 2 പ്രാവശ്യം ഇപ്പൊ അപകടം ഉണ്ടായി എന്റെ ഭാര്യയും കൊണ്ട്. कम से कम ये 35 साल तक मैंने गाड़ियां चलाया है, इसके बीच में 2 बार मुझे एक्सीडेंट हुआ है। എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഭാര്യയും കൊണ്ട് പോയി 2 പ്രാവശ്യത്തെ അപകടം ഉണ്ടായി. प्रभु के दास को कई बार ये एक्सीडेंट हुआ है, लेकिन उनके पत्नी के साथ 2 बार एक्सीडेंट हुआ है। ഒന്നുണ്ടായത് 1990 ജാംനഗറിൽ വെച്ചാ ഉണ്ടായത്. ये 1990 में एक बार रामनगर में रहने के समय एक्सीडेंट हुआ है। അതിനുശേഷം ഈ ശനിയാഴ്ച ഞങ്ങള് വീടുകൾ വിസിറ്റ് ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ റോഡിൽ കലുങ്ക് പണിയുക, അവിടെ വലിയ ചള്ളക്കുഴിക്കകത്ത് വീണ് കക്ഷത്തിലായി. अभी ये शनिवार के समय हम लोग जब यात्रा कर रहा था, घर का विजिटिंग करके आने के समय रोड में कुछ भूल बना रहा था, उसका गड्ढा में गिर के बहुत परेशान हुआ। വീണ് ഏതായാലും തല ചെന്ന് കരിങ്കല്ല് കീറിയത്തിൽ അടിച്ചു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, തലയ്ക്ക് കേട് പറ്റിയില്ല. അപ്പോഴേ ദൈവം ദൂതന്മാരെ അയക്കുന്നത് പോലെ ഒരമ്മയും മോളും അവിടെ വന്നു. जैसे गिर के सिर एक पत्थर में लग गया है, पत्थर में ऐसा ठोका है, लेकिन हेलमेट पहनने से कुछ नुकसान नहीं हुआ। लेकिन उस समय परमेश्वर दूतों को भेजते जैसा एक माँ बेटी वहां पर आ गया। രാത്രിയിൽ അവര് ഓടി വന്ന് ഞങ്ങളെ എടുത്ത് പുള്ളിക്കാരത്തെ എടുത്ത് അവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിലോട്ട് കാറെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വിട്ടു പോയത്. जैसा गिर गया था उनको लग गया, लेकिन वो माँ बेटी और आपका समय था आके हमें उठा के उनको पानी सब पिला के उनका कार में लेके आके घर पे छोड़ा है। അവര് നിർബന്ധിച്ചു ആശുപത്രി പോകാൻ. ഞാൻ പറയും വീട്ടിൽ പോയിന്ന് കുളിച്ചു വൃത്തിയായിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് പറയും. उन्होंने बोला थोड़ा हॉस्पिटल में जाके हम देख के आएंगे करके उसने जबरदस्ती किया, लेकिन मैंने कहा घर में जाके नहा धो के अच्छा होने के बाद, फ्रेश होने के बाद हॉस्पिटल में मैं लेके जाऊंगा बोल के वहां से निकल गया। ഇന്ന് ഹോസ്പിറ്റലുകാരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നത്. അതുകൊണ്ട് ഞാന് കൊണ്ടുപോയില്ല. ഏതായാലും അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല, ദേഹത്ത് ചില വേദനയുണ്ട്, വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन आजकल हॉस्पिटल वालों की प्रार्थना ज्यादा सुनता है। मैंने हॉस्पिटल में नहीं लेके गया, उनको जैसा गिर के हड्डियां कुछ टूटा नहीं है, लेकिन चोट पहुंचा है, कुछ शरीर में कुछ दर्द है, अभी घर में विश्राम कर रहा है। നമ്മുടെ ഈ ഗ്രൂപ്പില് ഒരു സഹോദരിയുടെ കാല് മുറിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാന് ഭയത്തോടാണ് ആ വാക്ക് ഓർത്ത് പ്രാർത്ഥിക്കാനിടയായത്. हमारे ग्रुप में ऐसा एक बहन के पैर काटने के बारे में जब बातें किया है, वो सुन के मैं बहुत डर के साथ मैं उनके लिए प्रार्थना किया। എന്റെ ഭാര്യയുടെ കാല് മുറിക്കാനായിട്ട് 75,000 രൂപ കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രി ചോദിച്ചത്. क्योंकि पास्टर के पत्नी के पैर काटने के लिए 75,000 कोड़ंचेरी मुत्तूट हॉस्पिटल में लोग मांगा था। ഒരു 100 രൂപ പോലും കൊടുക്കാതെ ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ദൈവം കർത്താവ് സൗഖ്യം വരുത്തി. हमें कुछ भी पैसा खर्चा करने के बिना परमेश्वर के बच्चों का प्रार्थना के द्वारा परमेश्वर चंगाई दिया है। ആശുപത്രിക്കാര് കാശിന് വേണ്ടിയാണ് അവര് ജോലി ചെയ്യുന്നത്. हॉस्पिटल वाला पैसा के लिए काम करते हैं। എന്റെ ഭാര്യയെ കൊണ്ട് ഇന്നലെ ആശുപത്രി ചെന്നത് അറിഞ്ഞെങ്കിൽ അവര് ഈ ശരീരം മുഴുവൻ പശയും തുണിയെല്ലാം ചുറ്റി പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ശവം മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ കൊണ്ടിട്ടേനെ. अगर उनको हॉस्पिटल में लेके जाता है तो उनका शरीर में पूरा प्लास्टर लगा के जैसे हमें बॉडी को लेके आता, जैसा बहुत खतरनाक रूप में उन लोग घर में बेचता था। ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ദൈവം സഹായിച്ച വീണതിന്റെ ചില ചതവും വേദനയും ഉണ്ട്. കർത്താവ് ഇതുവരെ പരിപാലിച്ചു. प्रभु का कृपा से ज्यादा कुछ नहीं हुआ है। उनका शरीर में जो गिरा हुआ चोट पहुंचा है उसका दर्द सब होता है, लेकिन प्रभु ने संभाला है। ഞാൻ ആ പടം നിങ്ങൾക്ക് പിന്നീട് ഈ ഗ്രൂപ്പിൽ ഇടാൻ കണ്ടുവച്ചാ മതി. मैंने वो फोटो बाद में ग्रुप में डाल के देता हूँ, आप लोग देखना। ഞാൻ പറയുന്നത് ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. मैं बोलने के मतलब ये है कि परमेश्वर के लिए किसी बातें असंभव नहीं है। നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? हम क्यों प्रार्थना करते हैं? മരിക്കാൻ ഏൽപ്പിച്ചുകൂടെ? കർത്താവ് നമ്മളെ ജീവിപ്പിക്കും. हमें मरने के लिए प्रभु के हाथों में समर्पण करें, परमेश्वर हमें जिलाएंगे। ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ജീവൻ തരും ദൈവം. परमेश्वर को हमारा जरूरत है तो परमेश्वर हमें जीवन देता है। സുവിശേഷ വേലയ്ക്ക് 1985 ഞങ്ങൾ ഗുജറാത്തിൽ ഗോദറയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോകുമ്പോ 1985 में गुजरात में परमेश्वर का सेवकाई के लिए निकलने के समय ഒരു ഉടുപ്പ് മേടിക്കാൻ കാശില്ല. एक कपड़ा खरीदने के लिए, शर्ट खरीदने के लिए पैसा नहीं था।
ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, അവിടെ ആ കല്യാണ സാരി നല്ല വെളുത്തതാ, അതെനിക്ക് ഞാൻ 2 ഉടുപ്പ് തയ്ക്കട്ടെ എന്ന് പറഞ്ഞു. पास्टर अपने पत्नी से कहा, तुम्हारा जो शादी में खरीदा हुआ साड़ी है वो एकदम सफेद है, वो मुझे दे दो, मैं 2 शर्ट बनाएंगी। എന്റെ അപ്പം തന്നത് ആ തരത്തിലെന്ന് എന്നോട് പറഞ്ഞു. मेरा बाप ने मुझे दिया है, मैं वो नहीं दूंगा। എന്നാൽ ആ സ്ഥാനത്ത് ഇപ്പോൾ ഈ പിന്നെ നെഹ്റു കോട്ട് 6 എണ്ണം എന്റെ മോൻ മേടിച്ച് എനിക്ക് തന്നു, നല്ല അന്തസ്സായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. लेकिन अभी जो जो नेहरू कोट करके कोट है वो 6 मेरा बेटा खरीद करके दे के मुझे बोला अब अच्छी तरह से रहना। എന്റെ മോനും മോൾക്കും ഒറ്റ ഡ്രസ്സേ ഒരു വർഷത്തെ യൂണിഫോം ആയിട്ട് മേടിക്കുകയുള്ളൂ. मेरा बेटा और बेटी के लिए स्कूल का यूनिफॉर्म के लिए एक ही जोड़ी कपड़ा खरीद लेता था। ഒരു ഡ്രസ് യൂണിഫോം ഇട്ടുകൊണ്ട് സഭാരാധനയ്ക്ക് വരെ പോയിട്ടുണ്ട് ഞങ്ങള്. उसी एक ही यूनिफॉर्म लेके कलीसिया में जब सभा में आराधना के लिए जाता है उस समय भी वो पहन के गया हुआ अनुभव है। ഇപ്പോഴേ അവരായിരിക്കുന്ന സ്ഥാനത്ത് ആദിവാസികളായിട്ടുള്ളവര് ദൈവദാസന്മാർ വരുമ്പോ കെട്ടുകണക്കിനാ കൊടുത്ത് അവർക്ക് വിടുന്നത്. लेकिन अभी जो रहते हुए जगह में आदिवासी लोगों के बीच में भी सभी सेवा करने के समय जो लोग आता है उनको हमें बंडल करके कपड़ा दे देता है। എനിക്ക് അപ്പോൾ തന്നെ ഞാൻ മസ്കറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോ 28 കിലോ തുണിയാ കൊണ്ടുവന്ന് ഇവിടെ സാധുക്കൾക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്തത്. वैसे ही मैं मस्कट से काम करके आने के समय 28 किलो कपड़ा वहां से लेके आके यहाँ के साधारण लोगों को मैं बांटा है। ഒരു ഉടുപ്പിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് എന്റെ ശുശ്രൂഷ കാലങ്ങളിൽ. एक ही शर्ट के लिए मैं बहुत चाहता था मेरा सेवकाई के समय में। നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. हमारा प्रभु किसी का कर्जदार नहीं है। ഇന്ന് നമ്മൾ വേദനിക്കുന്നെങ്കിൽ നാളെ നമ്മൾ അതിന്റെ സുഖം അനുഭവിച്ചേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. आज अगर हम दर्द अनुभव करता है तो कल उस खुशी को अनुभव करके ही हम यहाँ से जाएंगे। ആശുപത്രി കാശ് കൊടുക്കുന്നതിന് മാത്രം പേടിയാ, ബാക്കി ആർക്ക് കൊടുക്കണമെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ എന്റെ ദൈവം തരുന്നതിന് അനുസരിച്ച് കൊടുക്കാൻ ദൈവം കൃപ തരുന്നുണ്ട്. केवल हॉस्पिटल में देने के लिए हम लोग पीछे हटता है, बाकी किसी के लिए भी देने को हम पीछे नहीं हटता है। परमेश्वर देता है जैसा उन्हें देता है। എനിക്കും ഷുഗറും പ്രഷറും വന്നങ്ങ് തലമണ്ടേ കയറിയതാ, എല്ലാ മധുരവും നല്ലപോലെ ഉപ്പിട്ട് കഴിക്കുന്നുണ്ടെന്ന്. मुझे शुगर और बीपी हमें बहुत बढ़कर सिर पर तक चढ़ा था, लेकिन अभी अच्छी तरह से सब कुछ खा लेता हूँ। കാരണം ജീവൻ കർത്താവിനെ ഏൽപ്പിച്ചെങ്കിൽ പിന്നെന്തിനാ നമ്മൾ കടന്ന് കഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. क्योंकि जीवन परमेश्वर के हाथों में सौंपा है तो हम यहाँ पर क्यों ऐसा कष्ट उठाना। വേദപുസ്തകത്തിലുള്ള നമ്മുടെ അസ്ഥികളെ ദൈവം സൂക്ഷിക്കുന്നെന്ന്. परमेश्वर के वचन कहता है हमारे हड्डियों को परमेश्वर संभालता है। കഴിഞ്ഞ ദിവസം ആ വീഴ്ച ഉണ്ടായപ്പോൾ എന്റെ ഭാര്യയുടെ ഹെൽമെറ്റ് ആണ് തല രക്ഷിച്ചതെന്ന് ഞാൻ എന്റെ വായിൽ നിന്ന് പറയാനിടയായി. गया दिन जब गिरने के समय पास्टर के पत्नी के सिर को जो बचा लिया है उसका हेलमेट होने से करके बोलना पड़ा। പക്ഷെ ഞാൻ പിന്നീടാണ് ദൈവം എനിക്ക് ഓർമ്മപ്പെടുത്തിയത്, ഹെൽമെറ്റ് അല്ല വിഷയം, നമ്മുടെ കർത്താവിന്റെ കൈ താങ്ങിയതാണ് അതിന്റെ കാരണം എന്ന് മനസ്സിലായി. परमेश्वर ने मुझे याद दिलाया है कि केवल हेलमेट नहीं है, परमेश्वर के हाथ वहां पर बचा लिया। അപ്പൊ നമ്മൾ വായിച്ചതായ ഭാഗത്തെ നമുക്ക് ചിന്തിക്കാം. हम पढ़ा हुआ वचन में हम मनन करेंगे। കഴിഞ്ഞ ദിവസം എന്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് ഒരു ദൈവാലോചന തന്നു. गया दिन में मेरे प्रार्थना में परमेश्वर ने मुझे एक चिंता दिया है। ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും എന്റെ ഓഡിയോ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുവാനിടയായി. मैं उसके बारे में बहुत सोचने लगा और उसके बारे में चिंता करके मैं मनन करके एक ऑडियो में भेजने लगा। ദൈവത്തിന്റെ ദയയാണ്, എന്റെ കഴിവല്ല. ഏതായാലും ഒരു 16,000 പേരിൽ കൂടുതൽ എന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. परमेश्वर का दया है, हमें 16,000 तक लोगों मेरे शब्द सुनने के लिए इंतजार कर रहा है। നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ എന്റെ ശബ്ദം ഇടുന്നുണ്ട്, റാന്നി എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞ്. हमारा ग्रुप में भी मैं वो शब्द डालता हूँ, रानी का जो आवाज। അത് കേൾക്കാൻ കാത്തിരിക്കുന്നവർ നിരവധി പേരുണ്ട്. वो सुनने के लिए इंतजार करके बैठा हुआ बहुत सारे लोग हैं। അതിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഞാനത് ഓർപ്പിച്ചിട്ടുണ്ട് ചില കാര്യം. गया दिन का जो वचन का प्रचार करने के समय कुछ बातों को मैं याद दिलाया। എപ്പോഴും ദൈവമായിട്ടുള്ള അടുപ്പമാണ് എന്റെ ദൈവത്തിനോടുള്ളതായ ഭക്തിയും സ്നേഹവും ഉണ്ടാകുന്നത്. मेरे परमेश्वर के साथ मेरा भक्ति और प्रेम है, परमेश्वर के साथ रहना। രാവിലെ ഈ പ്ലാറ്റ്ഫോമില് ഞാൻ വരുന്നുണ്ട്. सुबह के समय ये प्लेटफॉर्म में मैं आता हूँ। ഞാൻ പിന്നെ വൈകിട്ട് ഭാരത പ്രയർ തൂലികയുടെ പ്രാർത്ഥനയ്ക്ക് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അതിൽ ഞാൻ വൈകിട്ട് കയറുന്നുണ്ട്.
शाम को जो भारत का प्रार्थना के बारे में तूलिया करके एक प्लेटफॉर्म है, उसमें सोमवार से लेके गुरुवार तक उसमें भी मैं जुड़ता हूँ। എല്ലായിടത്തും ഞാൻ വീഡിയോ ഓൺ ചെയ്തായിരിക്കുന്നത്. सभी जगह में वीडियो ऑन करके ही मैं बैठूंगा। വീഡിയോ ഓൺ ചെയ്യാൻ ഒരു കാര്യം, മറ്റുള്ള പ്രസംഗിക്കുന്ന ആളിന് ഒരു ഉത്തേജനം ഉണ്ടാകണം, അതുകൊണ്ടാ. मैं इसी कारण वीडियो ऑन करके बैठता हूँ, जो भाषण देने वालों के लिए खुशी हो जाओ, उनको एक प्रेरणा हो जाए। ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ജാഗ്രത ആയിരിക്കുന്നത് കാണുമ്പോൾ പ്രസംഗത്തിന് ആവേശം ഉണ്ടാകും. मैं ये सभी लोगों को देखता हूँ, आप लोगों का चेहरा देखने के समय आप लोग जो सुन रहा है, ध्यान देता है, वो देख के मुझे बहुत होश होता है कि वचन प्रचार करने के लिए। ചിലരുടെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, വീഡിയോ എല്ലാവരുടെയും ഓഫാ, ഇരുട്ടാ, ആരെയും കാണുന്നില്ല എന്ന് അവർ പറയും. कुछ लोगों का भाषण मैं सुनता हूँ, सभी लोगों का वीडियो ऑफ है, सब अंधेरा पड़ा है करके बोलते हुए मैं सुनता है। എന്നാൽ അവര് വീഡിയോ ഓൺ ചെയ്യത്തില്ല, അവർ ഓടി മറയും. അവരുടെ പ്രസംഗം അല്ലെ പാട്ട് കഴിയുന്ന അവർ ഓടി മറയുന്നതാ കാണുന്നത്. हाँ, लेकिन वो तो भाषण देने से और गाना गाने के बाद वो भाग जाता है, वो नहीं बैठते। അവരത് ചെയ്യത്തില്ല, പക്ഷെ നിങ്ങൾ എല്ലാരും ചെയ്തോണം എന്നുള്ളത് അവരുടെ കണക്കോട്ട്. वो उन लोग नहीं करता है, लेकिन दूसरा लोग करना है करके उन्होंने कहता है। അങ്ങനെ ആകരുതെന്നാണ് എന്റെ അഭിപ്രായം. ऐसा नहीं होना है करके मेरा अभिप्राय। ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 41 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, लूका का सुसमाचार 2रा अध्याय 41 वचन से हम पढ़ेगा तो, അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. हमें उनका उसके माता पिता प्रतिवर्ष पसह के पर्व में यरूशलेम को जाया करते थे। അവന് 12 വയസ്സായിരുന്നു. അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. जब वह 12 वर्ष का हुआ तो वे पर्व के रीति के अनुसार यरूशलेम को गए। പെരുന്നാള് കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. और जब वे उन दिनों के पूरा करके लौटने लगे तो वह लड़का यीशु यरूशलेम में रह गया। അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. और यह उसके माता पिता नहीं जानते थे। സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചു. वे यह समझकर कि वह और यात्रियों के साथ रहेंगे। ഒരു ദിവസത്തെ വഴി പോന്നു. एक दिन का पड़वा निकल गए। ഇപ്പൊ ഇവിടെ ഒരു വിഷയം കിടക്കുന്നത്, यहाँ पर एक विषय ऐसा पड़ा है, യേശുവിന് 12 വയസ്സുണ്ട്. यीशु मसीह का 12 उम्र का है। यीशु मसीह എല്ലാ വർഷവും യെരുശലേമിലെ പെരുന്നാളിന് യേശുവിനെ കൊണ്ടുപോകും. हर साल यरूशलेम में यीशु मसीह को ये पसह के समय लेके जाता था। അപ്പോൾ ഇതൊരു പതിവായി ये हमेशा जाया करता था। അപ്പൊ അതുകൊണ്ട് ഇവർക്ക് മാതാപിതാക്കൾക്ക് അറിയാം യേശുവിനെ തിരയേണ്ട കാര്യമില്ല, കൂടിഞ്ഞു പോരുമെന്ന്. इसलिए माँ बाप ये जानते थे कि उनको मालूम है यीशु मसीह को ढूंढने की जरूरत नहीं है, यीशु मसीह अपने आप घर पे आएंगे। അപ്പൊ നമ്മള് മൃഗങ്ങളെ വളർത്തിയാലും അതിനറിയാം അതിനെ കൂട്ടിച്ചെന്ന് കയറാനായിട്ട്. हम जब जानवर को पालन पोषण करता है या पालता है, तभी वो जानवर जानते हैं कि अपना जो घर है अपना घोंसले में जाके बैठ जाए। അപ്പൊ അത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാളയുടെയും കഴുതയുടെയും തൊഴുത്തറിയുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. और यशायाह का भविष्यद्वक्ता ऐसा कहता है, जो बैल और गधे अपने जो जगह को जानते हैं। അപ്പൊ എന്റെ ഒരു ചിന്ത ഇതിനകത്തുണ്ട്. ചിന്ത, मेरा एक चिंता विचार उसमें है। ഒരു ദിവസത്തെ വഴി വരെ നടന്നു. एक दिन का रास्ता वो पार चुके हैं। പക്ഷെ മടങ്ങിപ്പോയപ്പോ 3-ാമത്തെ ദിവസമാ അവർ യെരുശലേമിൽ ചെന്ന് യേശുവിനെ കാണുന്നത്. लेकिन वो लौट जाने के समय 3रे दिन यरूशलेम में जाके यीशु मसीह को पाया है। അപ്പൊ എന്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, मेरा एक विचार ऐसा है कि യേശുവിന്റെ അമ്മ മറിയ യോസെഫിന് ജനിച്ചതായി യാക്കോബ്, യോസ, യൂദാ, ശിമോൻ സഹോദരികൾ നമ്മോടുകൂടെ ഇല്ലയോ എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. बाइबल हमें ये सिखाता है मरिया और जोसेफ के द्वारा जन्म हुआ और कई बच्चे लोग हैं, हमें यूदा, योसे, ऐसा कई जो लड़का लोग हैं और लड़कियां हैं उनको है करके बाइबल कहते हैं। അപ്പോൾ ഇവരെ വീട്ടിലിട്ടേച്ചാ പോരുന്നത്. तो इन लोगों को घर पे छोड़ के जा रहा है। പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയിരുന്നു. और जो पहले के समय हमारे घरों में भी वैसे ही होते हैं। ഇപ്പൊ പിന്നെ ഈ ബേബി സിറ്റിങ്ങിലോ അല്ലെങ്കിൽ ബേബി കെയറിലോ ഒക്കെ കൊണ്ടുവന്ന് ആക്കിയേ പോവുള്ളൂ. अभी जो बेबी सिटिंग बेबी केयर सब होता है वहां पर छोड़ के जाता है। അപ്പൊ ബാക്കി 12 വയസ്സുണ്ട് യേശുവിന്.
जो 12 उम्र का केवल यीशु मसीह को है। പിള്ളാരെ വീട്ടിലിട്ടേച്ച് പോകുന്ന മാതാപിതാക്കളുടെ ഈ വേവലാതി വിഷമം എന്താണെന്ന് ഇട്ടേച്ച് പോകുന്നവർക്കറിയാം. बच्चों को जब घर में छोड़ के बाहर जाते हैं, वो माँ बाप का दिल का जो व्याकुलता क्या है करके वो छोड़ के जाने वाला ही जानते हैं। അപ്പൊ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചേരണം പിള്ളാര് വീട്ടിലുണ്ട്. इनको तो यह पसका पर्व होने के बाद जल्दी घर पे जाना है क्योंकि बच्चे लोग घर पे हैं। അപ്പൊ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി ഇവർ ഒരു ദിവസത്തെ വഴി ദൂരെ നടന്നു. जल्दी जाने के लिए एक दिन का पूरा जो यात्रा उन लोग कर दिया। പക്ഷെന്നുവരിയിൽ അവരെ ഒരു ദിവസം വഴിയാത്ര ചെന്നപ്പോഴാണ് തിരിഞ്ഞു നോക്കി കൊച്ചുണ്ടോ എന്ന്. അപ്പോഴറിഞ്ഞു കൊച്ചു കൂടില്ല എന്ന്. एक दिन का यात्रा करने के बाद तो सफर के बाद उन्होंने पीछे मुड़ के देखा यीशु उनके पास है क्या, तभी मालूम पड़ा है नहीं है। അപ്പൊ പദവി യാത്ര ആയതുകൊണ്ട് അവർക്ക് തോന്നി യേശു കൂടെ കാണുമെന്ന്. हमेशा जो जाया करता था इसलिए उन्होंने सोचा यीशु मसीह उनके साथ आएंगे। ഇന്ന് ആത്മീകരെന്ന് പറയുന്നവരുടെ ചിന്താഗതി യേശു കൂടെയുണ്ട് എന്നുള്ളതാണ്. आज भी आत्मिक रीति से जा रहा करके कहने वालों का चिंता यह है कि यीशु मसीह उनके साथ रहता है। യേശു അവരുടെ കൂടെയുണ്ട്, ഇനി ഒന്നും ഭാരപ്പെടണ്ട. यीशु उनके साथ है, अभी किसी बात का डरने का जरूरत नहीं है। അപ്പൊ ഈ കൂടെയുണ്ടെന്നുള്ള വാക്കാണ് പലരെയും ഇന്ന് ആത്മീയത്തിൽ നിന്ന് തള്ളിക്കളയുന്നത്. ये साथ में है करके जो शब्द है अनेक लोगों को आत्मिक जीवन से दूर किया जाता है। കഴിഞ്ഞ ദിവസം സാക്കുട്ടി ചാക്കോ നിലമ്പൂർ എന്ന് പറയുന്ന ആളിന്റെ ഒരു വീഡിയോ കണ്ടു. क्या दिन सांगुटी चाको करके परमेश्वर के दास निलंबूर का है, उनका एक वीडियो मैंने देखा। കൽക്കട്ടയിൽ മിഷണറിമാര് വന്നു. കൽക്കട്ടയിൽ മിഷണറിമാര് വന്നു. പക്ഷേ നെറ്റ് പോയോ? कलकत्ता में मिशनरियों ने आया है, विलियम गेरी आया, लेकिन सेवा करने के लिए शुरू किया, लेकिन सेवकाई में मन फिरावट ईसाई नाम में लाने के लिए उन्हों को हो नहीं सका है. എന്റെ ശബ്ദം കേൾക്കാമോ? ഓക്കെ ബൈ. വില്യം ഗേറി ആരെയും ക്രിസ്ത്യാനിയാക്കാൻ പോയില്ല. മദർ തെരേസ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. മദർ തെരേസ ആരെ ക്രിസ്ത്യാനിയാക്കാൻ പോയില്ല. അവര് ചെയ്തതായ മദർ തെരേസ कलकत्ता में कितने सेवकाई काम कार्य किया, लेकिन लोगों को मन फिरावट में लाकर ईसाई नाम लेने के लिए उन्होंने प्रयत्न नहीं किया तो आज कलकत्ता बहुत सा क्रिश्चियनियों की बड़ा संख्या बढ़ सकता था. मैं इसके बीच में मेरी मन भावनी मैं कहना चाहता हूं. കിട്ടിയോ ഭാഷേ? നെറ്റ് പോയായിരുന്നില്ലയോ? സോറി പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര മഴയാണ്. മാത്രമല്ല ഈ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്, ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ചില സമയത്ത്. ഓക്കെ. അപ്പോ നമ്മുടെ കേരളത്തില് സുവിശേഷ വെളിച്ചം നമ്മുടെ കേരളത്തിൽ വരാനിടയായി. सुसमाचार का प्रचार केरला में आने लगा. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ഉത്തര ഭാരതത്തിലേക്ക് സുവിശേഷം പോയി. लेकिन उत्तर भारत में हमारा ये सुसमाचार चले गया. എന്നാൽ ആ വേലയ്ക്ക് ആയിരക്കണക്കിന് പേരെ ഉത്തര ഭാരതത്തിൽ വലിയ ഭാരത്തോടും ദൈവത്തോടുള്ള ഭക്തിയോടും കൂടെ അയച്ചു. उत्तर भारत में सेवकाई के लिए बहुत सारे लोगों को आत्मा का भोज के साथ भेज दिया. ദൈവദാസന്മാരെ വിറ്റ് ഒരു കൂട്ടര് സമ്പന്നന്മാരായി. परमेश्वर के दासों को बेचकर एक झुंड संपन्न बन गया. എത്ര കാലം പട്ടിണി കിടക്കും? എത്രയോ ദൈവദാസന്മാർ കേരളത്തിൽ തിരിച്ചു പോരുന്നു. कितना साल वो भूखा पड़े रहेंगे, इसी कारण बहुत सारे परमेश्वर के दास लोग केरला में वापस गया. വില്യം ഗേറിയെ കുറിച്ചും ഇന്ന് മദർ തെരേസയെ കുറിച്ചും ഇന്നത്തെ തലമുറ കരയുന്നു എന്ന് വരികിൽ विलियम गेरी और मदर तेरेसा के बारे में आज का जो पीढ़ी हम अगर जानते हैं तो അടുത്ത തലമുറ വരുമ്പോൾ ഉത്തര ഭാരതത്തിലെ സുവിശേഷ വേലയുടെ സമ്പന്നന്മാരെ കുറിച്ച് തലമുറ കരയാൻ തുടങ്ങും.
आमेन। आने वाला समय में आने वाला पीढ़ी अभी का जो उत्तर भारत के संपन्न लोगों को बारे में सोच के रोने पड़ेंगे। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാശ് അവരുടെ സ്വന്തത്തിന് വേണ്ടി ചെലവാക്കി. प्रभु के दास का प्रभु के सेवकाई के लिए देते हुए जो पैसा है उनके परिवार के लिए उन्होंने इस्तेमाल किया। ഇവരെല്ലാം സമ്പന്നന്മാരായി സുവിശേഷത്തിന്റെ വാതില് ഈ BJP-ക്കാർ അടയ്ക്കാൻ തുടങ്ങി. उन सभी लोग बड़ा संपन्न बन गया, धनी बन गया, उसी कारण बीजेपी के लोग ये सुसमाचार का रास्ता बंद कर दिया। അവരുടെ കണക്കുകൂട്ട് കർത്താവ് ഇവരോട് സമ്പന്നന്മാരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. क्योंकि उनका ये विचार है कि प्रभु आजकल जो धनी लोग हैं उनके साथ रहता है। ജോസഫും മറിയയും യേശുവിനെ മറന്നു പോയി എന്ന് വരികിൽ जोसेफ और मरिया यीशु मसीह को भूल कर गया है तो അവൻ കൂടെ ഉണ്ടായിരിക്കും എന്നവര് ധരിച്ചു. അതാണ് തെറ്റായി പോയത്. वह उनके साथ रहेंगे करके उन्होंने सोचा है, वो है उनका गलत विचार था। യേശു അവരോട് കൂടെ ഉണ്ടെന്നാണ് അവരുടെ ചിന്താഗതി. यीशु उनके साथ है करके उनके जो विचार था, ആ ചിന്താഗതിയാണ് അവരെ 3 ദിവസം തിരിച്ചയക്കാൻ ഇടയാക്കിയത്. वह जो विचार था उनका चिंता था, 3 दिन उन्हें वापस आना पड़ा। ഒരു ദിവസം ഇങ്ങോട്ട് വന്നു എങ്കിൽ एक दिन जो घर के और गया है तो 3-ാം ദിവസമാണ് ദൈവാലയത്തിൽ ഇരുന്ന് ശാസ്ത്രിമാരോടുകൂടെ തർക്കിക്കുന്നത് കാണുന്നത്. तीसरा दिन ही यीशु मसीह जो यरूशलेम मंदिर में बैठ के शास्त्री और फरीसी लोगों से साथ बात करते हुए देखा। അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് लूका का सुसमाचार 19वां अध्याय में യെരുശലേമിൽ യേശു യെരുശലേമിലെ കൂടെ കടന്നുപോയി. हमें यीशु मसीह वहां पर जो यरूशलेम की ओर से गया हुआ देखा है। അവിടെ ധനവാനായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷനെ കണ്ടു. वहां पर एक धनी व्यक्ति जगाई नामक एक व्यक्ति को देखा। ഇവനും അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ്. ये अब्राहम के परिवार के व्यक्ति है, പക്ഷെ 2 കാര്യം കൊണ്ട് ഇവനെ അകത്ത് നിർത്തിയിരിക്കുക. लेकिन 2 बातों से इन्हें वहां से दूर करके रखा है। ഒന്നാമത്തെ കാര്യം, ഇവന് ലേവിയ പുസ്തകം 21-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ ഇവൻ നീളം കുറഞ്ഞവനായതുകൊണ്ട് ദൈവാലയത്തിൽ വരാൻ സാധ്യതയില്ല. लेवी व्यवस्था आमेन 28 अध्याय में हम देखते हैं एक नाटा व्यक्ति था, इसलिए इन्हें परमेश्वर के चरणों में आने के लिए अनुमति नहीं था। നീളം കുറഞ്ഞവർക്ക് ദൈവാലയത്തിൽ പോയി യാഗം കഴിക്കാൻ ഒക്കത്തില്ല. जो नाटा व्यक्तियों को वहां पर सेवकाई के लिए आ नहीं सकता था। തന്നെയല്ല, ഇവൻ ചുങ്കം ഭരിക്കുന്ന ടാക്സ് കളക്ടറാണ്. हमें केवल ये नहीं है वो एक चुंगी लेने वाला व्यक्ति है, അവന് വ്യാജമായിട്ട് പൈസ മേടിക്കും. क्योंकि उसने गलत रीति से पैसा लेता है, എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിക്കും. मतलब वो तनख्वाह लेता है। അവൻ അതുകൊണ്ട് ദൈവാലയത്തിൽ ചെല്ലാൻ ഒക്കത്തില്ല. वो पैसा लेके परमेश्वर के भवन में वो जा नहीं सकता है। അവൻ യേശുവിനെ കുറിച്ച് അറിയാം, उनको यीशु मसीह के बारे में वो जानते हैं, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. लेकिन वो आमने सामने देखा नहीं है उनको। അങ്ങനെ യേശു ശിഷ്യന്മാരും ഇങ്ങനെ പോകുമ്പോൾ वैसा यीशु मसीह चेलों के साथ जाने के समय ഈ സക്കായി യേശുവാണെന്ന് അറിഞ്ഞിട്ട് യേശുവിനെ കാണാനൊന്നും ഒരുങ്ങി. ये जगाई यीशु मसीह को यीशु मसीह आ रहा है करके उसको मिलने के लिए गया। അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ उसके 4 अध्याय में हम देखते हैं, എന്നാറേ അവൻ മുമ്പോട്ട് ഓടി. लेकिन उसने आगे दौड़ा, ഓടി. അവനെ आगे दौड़ा। കാണേണ്ടവന് കാട്ടത്തിന്മേൽ കയറി. मैं यीशु मसीह को देखने के लिए एक गुलार के पेड़ पर चढ़ गया, യേശു ആ വഴിയെ വരികയായിരുന്നു. क्योंकि यीशु उसी मार्ग से जाने वाला था। അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി. जब यीशु उस जगह पहुंचा तो ऊपर दृष्टि करके സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. उससे कहा है जगाई झट उतरा। എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. उसके बाद कहता है क्योंकि आज मुझे तेरा घर में रहना आवश्यक है, കാരണം ഇവർ ദൈവാലയത്തിൽ വരാൻ ഒക്കത്തില്ല. क्योंकि इन्हें परमेश्वर के भवन में आ नहीं सकता है। ദൈവാലയത്തിൽ വരാൻ ഒക്കാത്തത് കൊണ്ട് ദൈവാലയമാകുന്ന ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. जो परमेश्वर के भवन में आ नहीं सकता है, इसलिए जो परमेश्वर के भवन जो है तेरा घर में मैं आता हूँ।
യേശു പറഞ്ഞു കാണാതെ പോയതിനെ രക്ഷിപ്പാനാണ് അവൻ ഭൂമിയിൽ വന്നതെന്ന് പറഞ്ഞു. यीशु ने कहा जो मनुष्य के पुत्र खोए हुओं को ढूंढने और उन्हें उद्धार देने आया है। 6-ാം വാക്യത്തിൽ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. छठवां आयत में हम देखते हैं वक्त तुरंत उतर कर आनंद से उसके घर पे ले गया। എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. उनके घर पे आ रहे करके बोलने के समय वो बहुत आनंद से भर गया। കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ये देख कर सब लोग कुड़कुड़ाकर कहने लगा वह तो एक पापी मनुष्य के यहाँ जा रहा है। സമൂഹം രണ്ട് രീതിയിലാണ് സക്കായിയെ പാപി എന്ന് എണ്ണിയിരിക്കുന്നത്. समाज दो तरीका से जगाई को पापी करके गिना हुआ है। ഒന്ന് നീളം കുറഞ്ഞവനാ. एक वह नाटा व्यक्ति है। രണ്ടാമത്തെ കാര്യം അവൻ ചുങ്കമിരിക്കുന്നവനാ. दूसरा बात यह है कि वो चुंगी लेने वाला। ഇത്രയും കാര്യം കേട്ടപ്പോൾ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. ये देखकर 8वां आयत में ये कहता है സക്കായിയോ നിന്ന് കർത്താവിനോട്, जगाई ने खड़ा होकर प्रभु यीशु मसीह से, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. हे प्रभु देख अपनी आदि संपत्ति कंगालों को मैं देता हूँ। കാരണം കർത്താവ് പഠിപ്പിക്കുന്നത് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പോകുകയില്ലെന്നാണ്. क्योंकि प्रभु ने ये सिखाया है कि जो धनी व्यक्ति है वो स्वर्ग राज्य में नहीं जाएंगे। അത് ബൈബിളിൽ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. बाइबल में कई सारे जगह में लिखा हुआ है। കാരണം നിന്റെ സമ്പത്ത് ഇരിക്കുന്നിടത്ത്, നിന്റെ ദ്രവ്യം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന് പറഞ്ഞു. क्योंकि जहां पर तुम्हारा धन है वहां पर तुम्हारा मन भी रहता है। എനിക്കൊരു വീടുണ്ട്, ഞാൻ അത് ഒരു ഏറ്റവും പന്നത്താക്കോ പൂട്ടിയേച്ച് പോകുന്നത്. मेरे पास एक घर है, मैंने एक बड़ा ताला लगा के जाता है जहां जाने के समय। ഞാൻ അലമാരികളൊന്നും പൂട്ടിയിടത്തില്ല. അലമാരികളൊന്നും പൂട്ടിയിടത്തില്ല. लेकिन घर के अंदर का जो कबोर्ड वगैरह मैं ताला नहीं लगाता हूँ। ആ അലമാരിയെ ഞാൻ ആ താക്കോൽ ഇട്ടേക്കും. उसी कबोर्ड में मैं मेरा वो चाबी भी लगा के रखता है। കാരണം വലിയ വീടായതുകൊണ്ട് ഇഷ്ടംപോലെ സ്വത്ത് കാണുമെന്ന് വിചാരിച്ചുമാര് കയറി തല്ലി പൊളിക്കും. क्योंकि जो बड़ा घर होने के नाते चोर लोग आके सोचेंगे बड़ा धन संपत्ति उसके अंदर है करके बोल के वो तोड़ देंगे। അലമാരി എല്ലാം ഇവന്മാര് വെട്ടിക്കീറും. अगर जो कबोर्ड का चाबी नहीं है तो उसको उन लोग तोड़ देंगे। എന്തിനാ എന്റെ സാധനം നഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് തുറന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പോക്കോ. അത് തന്നെ അങ്ങനെ ചെയ്യുന്നത്. इसलिए मैं खुला रखे जाता हूँ, अगर तुमको उधर से कुछ लेना है तो लेके जाओ। ഇവിടെ വായിച്ചത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നാ. वचन कहता है कि धनी लोग स्वर्ग राज्य में प्रवेश ना होंगे। അപ്പോൾ ഈ സക്കായി പറയുകയാണ് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന് കൊടുക്കുന്നു. तो जगाई ने कहता है अपनी आदि संपत्ति में कंगालों को देता हूँ। ഞാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് വീട് എന്തിനാ ഇത്രയും മിനുക്കുന്നെന്ന്. मुझसे कई लोगों पूछा है तुम्हारे घर को इतना क्यों सजाता है। ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. मैंने कई बातों को बताया। ഒന്നാമത്തെ കാര്യം, ഒരു വീട്ടു വാടകയ്ക്ക് വീടിന് വേണ്ടി ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടുണ്ട്. एक बात यह है कि मैं एक घर जब भाड़ा का एक घर के लिए मैं बहुत घुमा हुआ है। ദൈവം തന്ന നന്മയായത്. ये परमेश्वर दिया हुआ भलाई है। ദൈവത്തിന്റെ ദൈവമാണ് ഇത്രയും ചെയ്തെടുക്കാനിടയായി. हमें परमेश्वर का कृपा से इतना तक करने के लिए मौका मिला है। ഇതെന്റെ സ്വന്തം അധ്വാനമായത്. ये मेरा हाथ का परिश्रम का फल है। അങ്ങനെ പല കാര്യങ്ങളും സമയം പോകുന്നതുകൊണ്ട് അപക്ഷ്യമാണ് നിൽക്കട്ടെ. हमें जो समय जाने से मैं वो बातों को उधर रखता हूँ। അപ്പൊ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. उसने आधा संपत्ति कंगालों को देता है। അപ്പൊ ഉള്ളതിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുക. जो उनके पास जो है उसका आधा कंगालों को देता है। അപ്പൊ പകുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പകുതിയേ ഉള്ളൂ. कंगालों को आधा देगा तो फिर आधा बाकी है। പിന്നെ പറയുകയാണ് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കാമെന്ന് പറയും. 4 മടങ്ങ്. उसकी बात करता है और यदि किसी का कुछ भी अन्याय करके ले लिया है तो उसे 100 गुना फिर देता। ന്യായപ്രമാണത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കാനുള്ളതിന്റെ ദശാംശം നീ മുടക്കിയാൽ അതിന്റെ 4 മടങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞു. परमेश्वर के वचन में लिखा है कि तुम दशांश का अगर देने का नहीं दिया है तो उसका 4 गुना बढ़ा के देने के लिए बोला है। അത് ഈ സക്കായിക്ക് നല്ലപോലെ അറിയാം. जगाई को ये बातें अच्छी तरह से जानते हैं। സക്കായിക്ക് പ്രമാണം അറിയാവുന്നവനാ, അബ്രഹാമിന്റെ കുടുംബക്കാരനാ. जगाई को व्यवस्था सब मालूम है और अब्राहम का परिवार का भी है। പക്ഷെ ദൈവാലയത്തിൽ ചെല്ലാൻ ഒക്കത്തില്ല. लेकिन परमेश्वर के भवन में वो जा नहीं सकता है തന്നെ കൈവിശുദ്ധമല്ല. क्योंकि उनके हाथ पवित्र नहीं है।
4 മടങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. वो 4 गुना वापस दूंगा करके कहा है। ഇത് കേട്ടപ്പോൾ യേശുവിന് അത്ഭുതമായി തോന്നി. हमें ये सुनकर यीशु मसीह को आश्चर्य हुआ है। അങ്ങനെയാണെന്ന് വരികിൽ ऐसा है तो ഇപ്പൊ ജോലി ചെയ്ത് സമ്പാദിച്ചത് വേറെയാ. जो उसने परिश्रम करके कमाया हुआ वो अलग है। നമ്മുടെ സൗരന്മാരൊക്കെ ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പാദിച്ചതുണ്ട്. हमारे भाई बहन जब परिश्रम करके कमाते हुए धन संपत्तियां हैं, ഇവിടെ ഇരിക്കുന്ന പല അമ്മാമ്മമാരും അവര് അധ്വാനിച്ച് അവര് നല്ല പൊസിഷനിൽ സമ്പാദിച്ചവരാ. यहाँ पर बैठा हुआ कई सारे आंटी लोग हैं, उन लोग अपने अच्छा पोजीशन में बैठ के अच्छा से परिश्रम करके कमाया हुआ है। എന്നാൽ വ്യാജമായി മേടിച്ചതോ പലിശയ്ക്ക് കൊടുത്തു മേടിച്ചതോ സമ്പാദിച്ചതോ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ 4 മടങ്ങ് കൊടുക്കാൻ തയ്യാറാകണം. लेकिन गलत रीति से आमेन ऐसा कमाया है तो, या अन्याय से कुछ कमाया है, कुछ तनख्वाह लेके कमाया है तो वचन कहता है उसके 4 गुना लौटा देना चाहिए। അത് തന്നെയല്ല, ദൈവത്തുമായിട്ടുള്ള ബന്ധത്തിൽ വരണമെന്ന് വരികിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുകയില്ലെന്നുള്ളത് സക്കായിക്ക് നല്ലപോലെ അറിയാം. केवल ये नहीं है कि परमेश्वर के वचन के द्वारा जगाई जानता है कि ये धनवान स्वर्ग राज्य में प्रवेश नहीं होता है। സക്കായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതിക്ക് പക്ഷേ ദൈവവചനം സക്കായിക്ക് അറിയാം. जगाई परमेश्वर से दूर होके बैठा है करके जगाई अच्छी तरह से जानते हैं। 4 മടങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. 4 മടങ്ങ് 4 गुना या 4 गुना फेर देता हूं करके उसने कहा। ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ये सुनने की बाद യേശു അവനോട് तब यीशु ने उनसे कहा, ഇവനും അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു. आज आमीन ये भी इब्राहिम के संतान है। സത്യത്തിൽ ഈ സക്കായി അബ്രഹാമിന്റെ കുടുംബക്കാരൻ തന്നെയാ. सच में देखिएगा तो ये जगाई अब्राहम का परिवार का है। പക്ഷെ യേശു നോക്കിയത് അവന്റെ ആത്മീക നിലവാരമാ നോക്കിയത്. यीशु मसीह उनके आत्मिक रीति का बढ़ोतरी के बारे में देखा है। അയോഗ്യനായ ഇവനൊരു യോഗ്യത കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനുള്ളതെല്ലാം വിറ്റ് കളഞ്ഞ് വല്ലവിധേനെ കർത്താവിനെ നേടണം, അതായിരുന്നു അവന്റെ ലക്ഷ്യം. अयोग्य होके पड़ा हुआ उसको योग्य बनाने के समय उनका अंदर का इच्छा है कि उनके पास जो कुछ है सब कुछ बेचकर यीशु मसीह को अपनाना। പാരമ്പര്യത്തെ പിടിച്ചു നിൽക്കുക, പാരമ്പര്യത്തെ പിടിച്ചു നിൽക്കുക. उसने जब परंपरा को पकड़ के खड़ा था, പക്ഷേ യേശുമായിട്ട് ബന്ധമില്ല. यीशु मसीह के साथ तो कुछ संबंध नहीं है। എത്രയും സമ്പാദിക്കുക അത്രയും സമ്പാദിച്ചൊക്കെ കൂട്ടുക. हाँ, कितना भी जो इकट्ठा कर सकता है उतना तक कमाते इकट्ठा करते रहता है, പക്ഷേ ഇവർ യേശുമായിട്ടൊരു ബന്ധമില്ല. लेकिन यीशु मसीह के साथ कुछ संबंध नहीं है। അപ്പോൾ ഈ സംഭവമായപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇവരെ കാണാതെ പോയതിനെ രക്ഷിപ്പാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. तो यीशु मसीह कहता है, मैंने इसलिए आया हूँ जो खोए हुओं को, ये इसको ढूंढने के लिए मैं आया हूँ। അപ്പോൾ അമ്മയപ്പന്മാർ യേശുവിനെ മറന്നു. जो माँ बाप यीशु मसीह को भूल गया, അവര് ചിന്തിച്ചത് സഹയാത്രക്കാരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാ. उन्होंने ये सोचा है कि जो यात्रियों के साथ यीशु मसीह हो सकता है। ഈ സമ്പാദിക്കുമ്പോഴല്ല ഇവരുടെ കണക്കൂട്ട് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാ. ये सब कुछ ऐसा कमाने के समय धन इकट्ठा करने के लिए जो व्यस्त करता है समय को, उनका विचार ये है कि यीशु उनके साथ है। തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇല്ല എന്ന്. पीछे मुड़ के देखने के समय मालूम पड़ा है यीशु उनके साथ नहीं है। സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. स्वर्ग राज्य में अगर जाना है तो व्यवस्था को पालन करके जीना है। ഞാന് 10-68 വയസ്സായി, എനിക്ക് ഒരുപാട് നേരിലുള്ള അനുഭവങ്ങൾ അറിയാം. 68 उम्र तक हो गया है, हमें बहुत सारे अनुभव को मैंने देखा है। ഇവിടെ അടുത്തൊരു പിതാവ് ചാകത്തിൽ ഇങ്ങനെ അങ്ങ് കിടക്കുക. हमारे यहाँ एक पिता है, ऐसा ही बेड में पड़ा है, വാ തുറന്നിങ്ങനെ കിടക്കുക കട്ടില്. ऐसा मुंह खोल के रख के बेड में ऐसा पड़े रहता है। ഈ പിതാവൊന്ന് മരിച്ചിട്ട് വേണം മകൻ അമേരിക്കയിൽ പോകാൻ. ये बेटा मरने के बाद उसका, ये पिता मरने के बाद उनका बेटा अमेरिका जाने के लिए इंतजार कर रहा है। മക്കളെല്ലാം അമേരിക്കയിലെ കൊച്ചുമക്കളും. उनके बाकी बच्चे लोग सब अमेरिका में है। ഈ അപ്പന്റെ ദേഹത്ത് മണ്ണിട്ടച്ച് പോകാനിരിക്കുക ഈ പുള്ളി. ये पिताजी का ये हालत देख के उनको छोड़ के जा नहीं सकता, इसलिए वो बेटा रुका है। ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു പാർട്ടി അവരുടെ വീട്ടിൽ ചെന്നു. उसी समय एक व्यक्ति उनका घर पे गया। അപ്പോൾ അവര് പറഞ്ഞു ഒരു റബ്ബർ ഷീറ്റും
ഒരു 100 രൂപ അയച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. उन्होंने बोला एक रबर शीट और 100 रुपया मेरे पास दे दो. ആ പൈസ ഈ അപ്പന്റെ കയ്യിലോട്ട് കൊടുത്തു. वो पैसा और ये पिताजी के हाथ में दे दिया. ഈ പൈസ ഈ റബ്ബർ ഷീറ്റ് കുടിക്കുന്ന നെഞ്ചത്തോട്ട് വെച്ച് ഞെക്കി പിടിച്ച് ജീവനും പോയി. वो पिताजी ऐसा किया है कि वो 100 रुपया और रबर शीट अपने छाती पर ऐसा दबा के रखकर अपना जान दे दिया. ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. हमारे एक माँ जी थी. ഒരു വിധത്തിൽ ഇവര് ചാകത്തില്ല. किसी भी रीति से मरता नहीं. ഇവര് കടന്നലച്ചോണ്ടൊക്കെ കിടക്കുക അങ്ങ്. ये ऐसा चिल्लाते चिल्लाते पड़ा है. ഒടുവില് ഒരു പാർട്ടി ഇവരെ വീട്ടിൽ ചെന്നു. तभी एक व्यक्ति उनका घर पे गया. ആ ഒരു തുണിക്കകത്ത് നാണയം കെട്ടി ഇവരെ കൈ കൊടുത്ത് നെഞ്ചത്തിട്ട് കിലുകിലെന്ന് കിലുക്കി. एक कपड़ा में कुछ पैसा रखे, चिल्लरा रखे, ऐसा बांध के उनके हाथ में देख के ऐसा हिला की आवाज कराए. ഞാനിത് ഉണ്ടായ സംഭവമാ പറയുന്നത്. ये हुआ संभव मैंने बता रहा हूँ. ഒടുവിൽ ആ പൈസയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ ജീവൻ പോയി. वो माँ ने वो पैसा को ऐसा पकड़ के दबा के रख के उनका जान छोड़ दिया. ഞാൻ തൃശ്ശൂര് പൂവഞ്ചിറ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയി. त्रिशूर पोंजरा करके जगह में परमेश्वर का सेवकाई के लिए गया. അപ്പോൾ ഒരു ഗാർഡിന്റെ മുറ്റത്തൂടെ കയറി എന്റെ വിശ്വാസയുടെ വീട്ടിലോട്ട് പോകുന്നത്. ഗാർഡ് ഫോറസ്റ്റ് एक फॉरेस्ट ऑफिसर है, वो गार्ड है, उसका घर के पास में मुझे जाना पड़ता था. അവര് കത്തോലിക്കരാ. वो कैथलिक है. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ ഇച്ചിരി സീരിയസ് ഇങ്ങനെ അങ്ങ് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞു. उसने कहा मेरे घर में ऐसा एक व्यक्ति है, बहुत सीरियस होके पड़ा है. वो उसके बारे में പോകുന്നതാ കൂടെ उनके घर में जाता है कभी कभी. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറഞ്ഞു. एक दिन मुझे ये बातें बताया. ഞാൻ ഈ അപ്പന്റെ മുറി കയറി. मैंने वो पिताजी का कमरा में गया. എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഈ അപ്പൻ ഇങ്ങനെ വിരലിട്ട് ഇങ്ങനെ അനക്കുന്നത് കണ്ടു. मुझे देखने के समय वो पिताजी अपना उंगली ऐसा दिखाते हुए मैं देखा. ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ഈ പുള്ളി ബീഡി വലിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. मैंने उनका बेटा को पूछा, ये तुम्हारे पिताजी बीड़ी पीने वाला है क्या? അയ്യോ ഭാഷ ബീഡി മതി, ബീഡി കടുക്കാപ്പി മതി, മറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. उसने बोला पास्टर इनको केवल बीड़ी चाहिए, दूसरा कुछ नहीं चाहिए. ഞാൻ പറഞ്ഞു 97 വയസ്സായാലോ ഇദ്ദേഹത്തെ ഇനി നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ബന്ധപ്പെടണ്ടെന്ന് പറഞ്ഞു. मैंने बोला 97 उम्र हो गया है, अभी इन्हों स्वर्ग ले जाने के लिए आप परिश्रम मत करो. നിങ്ങളൊരു കാര്യം ചെയ്യും, 2 ബീഡി അദ്ദേഹത്തെ അങ്ങ് പിടിപ്പിക്കാൻ പറഞ്ഞു. मैंने बोला 2 बीड़ी उनके हाथ में दे दो बोलो. ഒടുവില് ഇദ്ദേഹം എന്റെ കണ്ണിലോട്ട് നോക്കി പാസ്റ്റർ ആണോ പറയുന്നത്. उन्होंने मेरा मुंह के और देखे, ये बोले ये पास्टर ही बोल रहे क्या? ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ചാകാൻ ബീഡി വലിച്ച് ചാകാനാ കിടക്കുന്നത്, അതാ ഇങ്ങനെ കാണിക്കുന്നെന്ന് പറഞ്ഞു. मैंने बोला देखो ये बीड़ी पी के मरने के लिए चाहता है, इसलिए हाथ ऐसा दिखा रहा है. ഞാൻ അടുത്ത വീട്ടിൽ വിസിറ്റ് ചെയ്തേച്ച് പിന്നെ ഞാൻ ഫെയ്ത്തോമിൽ പോയി. मैंने उनका घर विजिटिंग करके फैतों में चले गया. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, 2 ബീഡി വലിക്കാൻ കൊടുത്തു. उसने उनका बेटा क्या किया, 2 बीड़ी उनको पीने के लिए दिया. മേളോട്ട് കയറ്റി. वो बीड़ी को ऐसा जो उसका धुआं अंदर खींच के लिया. രാത്രി 1 മണിയായപ്പോൾ എനിക്ക് ആള് വന്നു, അപ്പച്ചൻ മരിച്ചു എന്നും പറഞ്ഞ. रात को 1 बजे मुझे कॉल आया, वो पिताजी मर गया है. നിന്റെ ദ്രവ്യം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന് ദൈവം പറഞ്ഞു. तुम्हारा धन जहाँ रखा है वहां पर तुम्हारा मन रहेगा, ये परमेश्वर के वचन कहता है. നിന്റെ ദ്രവ്യം കണ്ടു കഴിഞ്ഞാൽ അത് കർത്താവ് പറഞ്ഞ കാര്യമാ, നിന്റെ ചിന്ത എവിടെ കിടക്കും, ചാകത്തില്ല. बाइबल कहता है तुम्हारा धन जहां पर है वहां पर तुम्हारा मन रहेगा, वो मरेगा भी नहीं. ചിലർക്ക് ഇറച്ചി ചെന്നെങ്കിലേ ചാകത്തുള്ളൂ. कुछ लोग ऐसा है कि बीफ खाने के बाद ही मरता है. ഇറച്ചിക്കൊതിയുള്ളവരുണ്ട്. हाँ, बीफ के लिए बहुत लालच करने वाला है. പെണ്ണുപിടിയന്മാരായ പുരുഷന്മാരുണ്ട്. हाँ, जैसा औरतों के पीछे जाने वाला पुरुष लोग है, അവരും ചാകത്തില്ല എളുപ്പം. वो भी जल्दी मरता नहीं. അപ്പൊ മക്കൾക്ക് അറിയാം ഇയാളിങ്ങനെ പോകുന്ന ആളാണെന്ന്. हाँ, बाप बेटा को मालूम है बाप ऐसा जाने वाला है. കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടിടും. हाँ, हॉस्पिटल में लेके जाके डाल देता है. എന്നെ പോലും ചിലർ പറഞ്ഞിട്ടുണ്ട്. मुझसे कई लोग बोला है. ആ നേഴ്സുമാരുടെ കയ്യിൽ ഇങ്ങനെ ഞെക്കി പിടിച്ച് ജീവൻ പോയിട്ടുണ്ട് ചിലരുടെ. और नेर्स लोगों के हाथ को ऐसा दबा के पकड़ के अपने जीवन छुट गया हुआ कई लोग हैं. ദാവീദ് അങ്ങനെ ആയിരുന്നു. दावीद भी वैसे ही थे. ദാവീദ് ചാകത്തില്ല, വലിച്ചു കിടക്കുക. दावीद मरा नहीं है, ऐसा श्वास खींचते हुए पड़ा था.
അപ്പോൾ കൂടുള്ളവർക്ക് മനസ്സിലായി ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പെണ്ണുങ്ങളെ കണ്ടാ മതി കൂടെ കൊണ്ടുപോകുമെന്ന്. जो बाकी लोगों को मालूम पड़ा है, ये जीवित रहने के समय, जब उनका पहले का समय में ये औरत लोगों को देखिएगा तो लेके जाता था। ഒരു നല്ല പെങ്കൊച്ചിനെ കൊണ്ട് നരിക്ക കിട്ടുകൊടുത്തു. हाँ, एक जवान लड़की को लेके आके उनके पास बिठाए, ബൈബിൾ പറയുന്നു ദാവീദ് അവളെ തൊട്ടില്ല. लेकिन बाइबल कहता है दावीद उसको छुआ भी नहीं। അവളോട് കിടന്നു കഴിഞ്ഞപ്പോ ദാവീദിന്റെ ജീവൻ പോയി. हमें उनको देखने के समय है वो उसी समय दावीद का जीवन चले गए। ഇന്നും ഇതുപോലെയുള്ള മഹാന്മാർ ആത്മീയ കോണത്തിലുണ്ട്. आज भी वैसाखी आमे लोग आत्मिक झुंड में है। ഇവര് പറയുന്നത് കർത്താവ് കൂടെ ഉണ്ടെന്നാ, इन्होंने ये कहता है कि प्रभु उनके साथ है, പക്ഷേ കൂടെ ഇല്ല. അന്വേഷിച്ചാലേ കാണത്തുള്ളൂ. लेकिन प्रभु साथ में नहीं है, ढूंढेगो तो मिलेंगे। തക്കായി പറയുകയാണ് എന്നെ ഈ ദ്രവ്യ സ്വർഗത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ ദാനധർമ്മം ചെയ്തേക്കാമെന്ന് പറഞ്ഞു. जक्कई ये कहता है कि मेरा ये धन मुझे स्वर्ग राज्य में लेने के लिए रोकता है, इसलिए ये सारे धन को मैं दान धर्म करूंगा। കാരണം ഇത് അന്യായമായി സമ്പാദിച്ചതാ. क्योंकि ये गलत रीति से मैंने कमाया हुआ है। അന്യായമായി സമ്പാദിച്ചത് അന്യായമായി തന്നെ പോകും. अन्याय करके मैंने जो कमाया है वो अन्याय होके ही जाएंगे। ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ചെടുത്ത ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. मैं इतना समय से लेकर सीखा हुआ बहुत सारे संभव मुझे मालूम है। അതുകൊണ്ട് ഒരു കാര്യവും എന്നെ പിടിച്ചു നിർത്തരുതെന്ന് ഞാൻ അവകാശപ്പെടുന്നു. इसलिए कोई भी वस्तु मुझे यहाँ पर पकड़ के रोकना नहीं है करके मैं चाहता हूँ। ധനം കൊണ്ട് എന്നെ പിടിച്ചു നിർത്തരുത്. धन से मुझे रोक नहीं सकता है। ദാവീദ് മോശയുടെ ശരീരത്തിന്മേൽ പിശാചു വാദിക്കാൻ രണ്ട് കാര്യമുണ്ടായിരുന്നു. मूसा के शरीर के बारे में शैतान वाद करने के लिए दो कारण है। എന്റെ ആഗ്രഹവും അങ്ങനെയാണ്. എന്റെ ആഗ്രഹവും അങ്ങനെയാണ്. मेरा भी इच्छा ये है कि ഒന്നും എന്നെ പിടിച്ചു നിർത്തരുത്. कोई भी मुझे यहाँ पर पकड़ के रुकने के लिए ना होना, ആർക്കും കടബാധ്യത ഉണ്ടാക്കല്ലേ. किसी का भी कर्जादार होके ना रहना। ഞാൻ എന്റെ ഭാര്യയുമായിട്ടും പിള്ളേരുമായിട്ടും സംസാരിക്കുമ്പോ बस अपने पत्नी के और बच्चों के साथ बात करने के समय എന്തെങ്കിലും ഒരു ദേഷ്യമെന്ന് പറയേണ്ടി വരുമ്പോ जब गुस्सा होके भी बोलने के समय ഞാൻ പെട്ടെന്ന് പറയും കർത്താവ് ഇപ്പം വരും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയെന്ന് പറയും. गुस्सा आने के समय ये बोलता है कि मेरा प्रभु अभी आएगा, मैं इतना तक परिश्रम किया व्यर्थ हो जाएंगे, गुस्सा करेगा। നമ്മൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാ യേശു വരുന്നെങ്കിൽ സംഗതി പോക്കാം. हम अगर जैसा कुछ प्रश्न बनाने के समय यीशु मसीह आएगा तो सब कुछ खत्म हो जाएंगे। അപ്പൊ നമ്മൾ അധ്വാനിച്ചതെല്ലാം പോയി. हम परिश्रम किया हुआ सब व्यर्थ हो जाता है। അപ്പൊ നമുക്കിതൊരു പാഠമായിരിക്കട്ടെ. ये हमारे लिए एक बड़ा सीख होना चाहिए। നമ്മളെ കരുതി നമ്മുടെ കൂടുണ്ടെന്ന്. हम सोचता है कि हमारे साथ हो रहे हैं, നമ്മുടെ കൂടുണ്ടെന്ന് വിശ്വസിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. हमारे साथ है करके सोच के हम बहुत सारे कार्य करता है। ഏത് സമയത്തും ശ്രദ്ധ വേണം. हर एक समय में हम ध्यान से रहना। നമ്മളെ ഇങ്ങനെ ഓർത്തിരിക്കണം വരുന്നോ 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 എന്ന്. हम हमेशा इंतजार करते हुए कान लगाते हुए बैठना है कि वो आ रहे कि आ रहे। ഞാൻ എവിടെങ്കിലും പോയാൽ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കുക, വരേണ്ട സമയത്ത് കണ്ടില്ലേലും ഉടനെ വിളിക്കും. मैं जब जहां जाता है मेरे पत्नी इंतजार करता है, अगर वो समय पर नहीं आता है तो कॉल करता है। ഞാൻ ആരാധനയ്ക്ക് പോയിച്ചു വരുന്ന സമയം അറിയാം. मैं आराधना में जाके वापस आने के समय वो जानते हैं। എന്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ട്. मेरे घर में CCTV कैमरा है। അപ്പോൾ പിള്ളേർ ഞാൻ വരുന്ന സമയത്ത് എല്ലാരും നോക്കും ഞങ്ങൾ വന്നോ, കാർ പോർച്ച് വന്നോ വന്നോ എന്ന്. हाँ, बच्चे लोग भी देखता है कि मैं जो आने का समय में पहुंच गए हैं, क्या करेंगे। അപ്പൊ ഞാൻ പോകുന്ന സമയം അവർക്ക് അറിയാം, मैं जाते हुए समय वो जानते हैं, ഞാൻ വരുന്ന സമയം അറിയാം. मैं आते हुए समय भी वो जानते हैं। ആ സമയത്ത് വന്ന് കണ്ടില്ല എങ്കിൽ വിളി തുടങ്ങും. उस समय में अगर नहीं पहुंचा है तो वो फोन करना शुरू करेंगे। നമ്മളതുകൊണ്ട് എപ്പോഴും ജാഗ്രതരായിരിക്കണം. इसलिए हम हर समय जागृत होकर रहना है। നമ്മുടെ യേശു നമ്മുടെ രക്ഷകനാണ്. हमारा यीशु मसीह हमारा उद्धार करता परमेश्वर। നമുക്ക് പല നിത്യതയിൽ പോകണം. हमको किसी भी तरीके से हम अनंतता में जाना है। നമ്മുടെ യേശുവിന്റെ കൂടെ പോകണം. हम यीशु मसीह के साथ जाना है। നമ്മൾ തയ്യാറായി നിൽക്കണം. തയ്യാറായി നിൽക്കണം. തയ്യാറായി നിൽക്കണം. हम हमेशा तैयारी होके रहना है। നമ്മൾ തയ്യാറായി നിൽക്കണം.
हमारा मसीह हम की कहना आगमन चाहते के हो कि लिए घर में रहो। जागते हुए रहे। हमारा यीशु नासरी आने वाला है, उनकी आवाज നമ്മുടെ सुनने के लिए कांदेंगे और प्रार्थना में और पवित्रताई में जीवन बिताए। औरों की कोई किसी बुराई की काम करने के लिए या चोरी करने के लिए, मूर्ति पूजक होने के लिए कोई काम है आगे ना रहे। हमारे मसीह के लिए जागते हुए रहे। यीशु मसीह हमारे लिए आना वाले है, हम उनका साथ मिलने का हम तैयारी रहे। ये वचनों से प्रभु मसीह में अनुग्रह किया करे। धन्यवाद। ये ऐसे प्लेटफॉर्म तैयार किया दिया है, सबों को प्रभु आशीष दे। विशेष तौर पर जोई पास्टर साथ भी था, उनका नेट की प्रॉब्लम है, ये कट हो गया। चलो प्रार्थना में अगुवाई करो, हमारे लिए जरूर प्रार्थना करे। प्रभु की अनुग्रह सदा सर्वदा हमारा साथ रहे। धन्यवाद, धन्यवाद, धन्यवाद। ആരാ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന? ജോയ് പാഷയുടെ നെറ്റ് പോയി. എന്തോ ആരുമില്ല. ഷെറിനാമേ, റോസമാൻഡിയൊക്കെ എന്തോ ആരും മിണ്ടുന്നില്ലല്ലോ. ആക്ച്വലി പ്രകാശം പാസ്റ്റർ ലീഡ് ചെയ്യുന്ന, പ്രകാശം പാസ്റ്റർ കേറിയിട്ടില്ല. അപ്പൊ വേറൊരാള് ചെയ്യേ, നമ്മുടെ ആ പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു കിടക്കാതെ ഒരാള് ചെയ്യേ. നാളെ മറ്റന്നാളില് ഞാനാ ചെയ്യുന്നത്. ഇന്നും ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്യ. അല്ലതാണ് ഷെറിനാൻഡിയാണ് കൈപോക്കി. ഓക്കെ ഓക്കെ. ബിക്കോസ് ട്യൂസ്ഡേ വെഡ്നെസ്ഡേ ഞാൻ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ തന്നെ ഇനി ആർക്കെങ്കിലും ഇനി വോളണ്ടിയർ ചെയ്യണ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. എലിസബത്താൻ്റെ ഇരിപ്പുണ്ട്. അല്ല, സിസ്റ്റർ പറഞ്ഞത് നാളെ മറ്റന്നാളും ഉണ്ടല്ലോ എന്നാ പറഞ്ഞേ. അതെ അതെ അതെ, എനിക്കറിയാം. ओके, വേറെ ആരെങ്കിലും ഉണ്ടോ? और कोई भी है लीड करने के, प्रेयर लीड करने के लिए कोई है? नहीं, अन्ना आटे ഷെറിനാൻഡി ചെയ്യും. ओके, सेरिना मैडम है, सेरिना मैडम। ഷെരീന മേഡം क्या करे? ओके, प्रेज द लॉर्ड. ദൈവം ധാരാളമായി അത് മാസ്റ്റർ. ഇല്ല, ചെയ്തോ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. വീണ്ടും ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് തന്നു, ദാനമായി തന്നു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിരാവിലെ ഉണർന്ന് ദൈവസന്നിധിയിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെയും ദൈവം നമുക്ക് സഹായിച്ചു. നല്ല ആരാധനാ ഗീതങ്ങൾ നമുക്കറിയാം, അഷേറും അതുപോലെ കൂടി നമുക്ക് കേൾപ്പാൻ ദൈവം ഇടയാക്കി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മളെ പ്രകാരം ഇങ്ങനെ ഇരുത്തുന്നതൊക്കെ അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നല്ല വചനങ്ങൾ നമുക്ക് ഓരോ ദിവസവും കേൾപ്പിക്കുന്നു. ഇന്ന് വീണ്ടും പാസ്റ്റർ ജോർസി തോമസിൽ കൂടെ നല്ല വചനം കേൾപ്പാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടോ. നമ്മൾ കുറെ പ്രസംഗിച്ചിട്ടും കുറെ വചനം കേട്ടിട്ടും ഒന്നുമല്ല, അതിലൊന്നും അല്ല കാര്യം. നമ്മൾ ഒരിക്കലും എപ്പോഴും നമ്മൾ നോക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കും കർത്താവ് കൂടെ ഉണ്ടെന്ന്, പക്ഷെ കൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം. അത് നല്ലൊരു വചനം ദൈവത്തിന്റെ ദാസൻ നമ്മളോട് കേൾപ്പിച്ചു. അതിനോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ ധാരാളമായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ പാസ്റ്ററുടെ ഒരു കുടുംബം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വലിയ അനുഗ്രഹമാണ്. എങ്ങനെയൊക്കെ ഏത് സമയത്തും ആരുമില്ലെങ്കിലും വേഗം അത് പ്രാർത്ഥന ഈ പ്രസംഗിക്കാനായിട്ട് എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ കൂടെ വളരെ അനുഗ്രഹമായൊരു കുടുംബമാണ്. നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലപ്പോഴും അവരെ ആക്സിഡന്റിൽ കൂടി ഒക്കെയും ശത്രു വീഴിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവരെ താങ്ങുന്നത് ദൈവത്തിന് ഒരു കാര്യമുണ്ട് അവരോട്. അതുകൊണ്ടാണ് ദൈവം അവരെ ജീവനോടെ ഇന്നും വെച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം.
നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമുക്കിത് ആരാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ജോയ് പാസ്റ്ററെ ദൈവം ഉപയോഗിച്ച് അത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബമായിട്ട് അവരെയും ദൈവം അനുഗ്രഹിക്കുവാനും അതുപോലെ ബേബി സിസ്റ്ററെയും കുഞ്ഞുങ്ങളെ ഇരുവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി സകലരെ അനുഗ്രഹിക്കട്ടെ. अभी हम लोग प्रार्थना करेंगे, हमारा इस प्लेटफॉर्म के लिए हम प्रार्थना करेंगे. अच्छा एक दिन प्रभु ने फिर से हमें दिया है, एक सुंदर दिन हमें दिया है प्रभु ने, हम उसके लिए हम धन्यवाद करेंगे. और आए हुए सारे लोगों के लिए भी मैं धन्यवाद करती हूँ. और अभी अच्छा आराधना पोर के समय के उठने के लिए सबको प्रभु ने सहायता किया. और अच्छा आराधना गीतों के द्वारा वो दोनों माली में बच्चे लोगों ने किया है शेयर. और एबन के लिए भी हम उनका परिवार के लिए भी हम प्रार्थना करेंगे. प्रभु ने सहायता और मदद करने के लिए हम प्रार्थना करेंगे. और हम प्रार्थना करेंगे उस परिवार को प्रभु ज्यादा आशीष देने के लिए प्रार्थना करेंगे. और हम प्रार्थना करेंगे हमारा पास्टर ने जो अच्छा वचन हमें बांटा है हमारे इस प्लेटफॉर्म में. हर समय प्रभु के दास हमारे इस प्लेटफॉर्म के लिए एक अनुग्रह का कारण है. कभी भी वो कोई नहीं होता तो तुरंत उनको बताने की जरूरत नहीं है, वो आके वचन बांटते हैं हमारे बीच में. तो ऐसे एक अनुग्रह का कारण उनका परिवार के लिए भी हम प्रार्थना करेंगे और सिस्टर के लिए भी प्रार्थना करेंगे. जैसे वास ने बताया वो एक छोटा सा एक्सीडेंट हो रखा है, लेकिन प्रभु सब हर समय उनको बचाता है हर एक परेशानी से और हर एक एक्सीडेंट से सब प्रभु ने बचाता है. अब उस परिवार के लिए हम प्रार्थना करेंगे और अशेर और रेबन के लिए भी प्रार्थना करेंगे. और अच्छा नीति से अनुवाद किया पास्टर जो पास्टर के लिए भी हम प्रार्थना करेंगे. प्रभु ने ज्यादा अनुग्रह और आशीष करने के लिए हम प्रार्थना करेंगे. और उनका दोनों बच्चे के लिए हम प्रार्थना करेंगे और सिस्टर के लिए भी प्रार्थना करेंगे. सबके लिए प्रार्थना करेंगे. अभी कोई भी एक जन इस विषय के लिए प्रार्थना करिए. हालेलुया. धन्यवाद परमेश्वर पिता, तेरे नाम की महिमा हो प्रभु सर्वशक्तिमान दयालु परमेश्वर पिता. धन्यवाद 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 धन्यवाद. राजाओं की राजा, प्रभुओं का प्रभु, प्रिय परमेश्वर पिता, प्रभु यीशु मसीह के नाम से प्रभु एक और बार हम प्रभु आपकी उपस्थिति में और आपकी जीरो में आते हैं मेरे परमेश्वर पिता. खुदा परमेश्वर, हम आपको धन्यवाद देते हैं सुंदर समय के लिए, सुंदर अवसर के लिए प्रभु परमेश्वर पिता. तेरे नाम की बड़ी महिमा हो, तेरे नाम की प्रशंसा हो परमेश्वर प्रभु. हालेलुया 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 हालेलुया. शंदा रेगडना मारुडा बा रेगडा बा शबलबा रीड खड़ा बा शबलबा रियान थला रेगडना मारुडा नमंचना रिगडे रे शबलबा. पवित्र आत्मा परमेश्वर दयानुग्रह कीजिए, करुणा कीजिए, कृपा कीजिए प्रभु. प्रार्थना करते हैं परमेश्वर प्रभु आज के प्रभु जिस अच्छी इस आराधना के लिए प्रभु धन्यवाद देते हैं परमेश्वर. इस छोटी संगति के लिए प्रभु धन्यवाद परमेश्वर खुदा कि आप हम सबको प्रभु 4 बजे परमेश्वर खुदा हालेलुया प्रभु आज की संगति करने में परमेश्वर दास और दासियों के बीच में परमेश्वर खुदा आपने सहायता और मदद किया परमेश्वर. धन्यवाद देता हूँ प्रभु जी. और जो तेरे दासों ने प्रभु जो आराधना किया, सुंदर गीतों को गाया परमेश्वर, हम उसके लिए प्रार्थना करते हैं, उसके पूरे परिवार के लिए प्रार्थना करते हैं. और उसके हर एक कामों में प्रभु जो करते हैं प्रभु उन कामों में आपकी आशीष को चाहते हैं परमेश्वर. और हम प्रार्थना करते हैं प्रभु उनकी सेवकाई के लिए परमेश्वर. और प्रभु जो तेरे दासों ने प्रभु जो अच्छी आराधना किया सर, हमें प्रभु परमेश्वर प्रार्थना करते हैं प्रभु आप सहायता कीजिए, मदद कीजिए प्रभु. उनको हर एक सेवकाई के हर एक क्षेत्रों में प्रभु आपकी आशीष और अनुग्रह को चाहते हैं परमेश्वर. प्यारे प्रभु तेरे नाम की बड़ी महिमा हो प्रभु. और प्रार्थना करते हैं परमेश्वर खुदा जो वचन का प्रचार किया परमेश्वर प्रभु, जो थॉमस सर के लिए मैं प्रार्थना करते हैं परमेश्वर प्रभु आप उनको अनुग्रह कीजिए, उनको आशीष कीजिए परमेश्वर. उसके पूरे परिवार के लिए प्रार्थना करते हैं प्रभु, उनके बच्चों के लिए, उसके पत्नी के लिए परमेश्वर, उसकी कलीसिया के लिए प्रभु, उनकी सेवकाई के लिए मैं प्रार्थना करते हैं परमेश्वर. दास को आप इस्तेमाल कीजिए, सहायता कीजिए प्रभु. और प्रभु सेवकाई के हर एक क्षेत्रों में प्रभु दास को आप इस्तेमाल कीजिए, ध्यानुग्रह कीजिए, कृपा कीजिए प्रभु. और उनकी कलीसिया के लिए मैं प्रार्थना करते हैं परमेश्वर तेरे नाम की बड़ी महिमा हो. हालेलुया हालेलुया हालेलुया. प्रेज द लॉर्ड पवित्र आत्मा परमेश्वर. और जो वचन का
अनुवाद किया, वचन को ट्रांसलेशन किया। हालेलुया। जो इस सर के लिए मैं प्रार्थना करते हैं प्रभु, उनकी सेवकाई के लिए प्रार्थना करते हैं, उसके परिवार के लिए प्रार्थना करते हैं परमेश्वर। और दास को प्रभु हर एक सेवकाई के क्षेत्रों में आप इस्तेमाल कीजिए प्रभु, रक्षा रक्षा कीजिए परमेश्वर। तेरी आशीष को चाहते हैं प्रभु, और दास को अपनी आत्मा से भर करके, अपनी सामर्थ्य से भर करके परमेश्वर खुदा इस्तेमाल कीजिए और सहायता कीजिए परमेश्वर। और पवित्र आत्मा प्रभु इन दोनों दासों को तो हाथ में सौंपते हैं प्रभु, और जो लीड परमेश्वर जो गीत गाया परमेश्वर, जो लीडिंग किया, उन दासों को भी, तीनों दासों को त्रिलोक से प्रभु त्रिलोक में समर्पित करते हैं परमेश्वर। उनको आत्मा से भरिए और अपने अभिषेक से भरिए प्रभु। और प्रार्थना करते हैं प्रभु इस प्लेटफॉर्म में जितने लोग जुड़े हैं प्रभु, सभी को प्रार्थना में सौंपते हैं। और सरीन आंटी को प्रभु प्रार्थना में सौंपते हैं। आज के विषयों को परमेश्वर खुदा, जो भी विषयों को बोलते हैं प्रभु, उन विषयों में प्रभु तेरे नाम की बड़ी महिमा हो परमेश्वर। और जब उन विषयों के लिए जब हम प्रार्थना करते हैं प्रभु, होने दे प्रभु उन विषयों में एक बड़ा बदलाव हो परमेश्वर, और तेरे नाम की महिमा हो प्रभु जी। खुदा प्रभु सरीन आंटी के पूरे परिवार को आशीष कीजिए, उनको भी आत्मा से भरिए, सामर्थ्य से भरिए प्रभु, अपने ज्ञान से भरिए परमेश्वर। उसके लिए अच्छे हेल्थ के लिए प्रभु, अच्छे सेहत के लिए मैं प्रार्थना करते हैं प्रभु, आप सहायता और मदद कीजिए परमेश्वर। खुदा प्रभु सहायता मदद कीजिए, रक्षा कीजिए प्रभु। और जुड़े हैं हर एक दासों को प्रार्थना में सौंपते हैं, और जो लोग नहीं जुड़ पाए प्रभु नेटवर्क के कारण से, हो सकता है प्रभु और किसी के प्रॉब्लम से नहीं जुड़ पाए, खुदा उनको भी आशीष कीजिए और मदद कीजिए प्रभु। धन्यवाद परमेश्वर, आपने हमारी प्रार्थना और विनतियों को सुना, धन्यवाद है। यीशु के नाम से इस प्रार्थना को मांगते हैं, सुनकर ग्रहण कीजिए स्वर्गीय पिता। आमीन 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 आमीन। प्रभु ने हमारा प्रार्थना सुना है, हम धन्यवाद करेंगे। हालेलुया हालेलुया हालेलुया। थैंक यू पास्टर विनोद। प्रभु आपको आशीष और अनुग्रह करे, आपको सेवकाई को भी, आपको परिवार को भी। ओके, हम दूसरे विषय पे जाएंगे। हम अभी प्रार्थना करेंगे, इस प्लेटफॉर्म के लिए हम प्रार्थना करेंगे, और हमारे पास्टर थॉमसन के लिए और उनका परिवार के लिए हम प्रार्थना करेंगे। अभी यूएस में है, अभी वो उधर जिस परिवार के साथ में है, बड़े बेटे के परिवार के साथ में है, तो उनके लिए भी हम प्रार्थना करेंगे। और हम प्रार्थना करेंगे उनका दूसरा दोनों बेन और नवमी के लिए प्रार्थना करेंगे, और जॉयल और एन के लिए भी हम प्रार्थना करेंगे। प्रभु ने संभाल के रख ले, और उनका जीवन में भी आत्मिक बढ़ोतरी और मटेरियल बाकी जीवन में उनका एक बढ़ोतरी के लिए भी हम प्रार्थना करेंगे। और हम प्रार्थना करेंगे उनका स्कूल के लिए, जो एबेनेजर स्कूल है मुंबई में, वो भी वो जहाँ चला रहे वो स्कूल को अच्छी तरह चलाने के लिए प्रभु ने मदद करे। और कोई भी वहां से जो पढ़ के निकलता है बच्चा, एक अलग से जहाँ भी वो रहते हैं, प्रभु का एक अच्छा ये स्वभाव से भरने के लिए हम प्रार्थना करेंगे हर एक बच्चे को, क्योंकि वो इस संसार में अभी सबको यही चाहिए, प्रभु का ये स्वभाव चाहिए। वो स्वभाव के बगैर हम जी नहीं सकते। हम विश्वासी होके भी हम रहते हैं तो भी हमें चाहिए, क्राइस्ट का जो नेचर है उसको चाहिए। तो वो अपनाने के लिए वो सारे बच्चे को भी हम प्रार्थना करेंगे, उनका स्कूल का और वहाँ का जो जितने स्टाफ है और नॉन टीचिंग स्टाफ है और बाकी टीचिंग स्टाफ है, सबके लिए हम प्रार्थना करेंगे और उनको आशीष करने के लिए प्रार्थना करेंगे। और इस सेवकाई को भी आशीष और अनुग्रह करने के लिए हम प्रार्थना करेंगे। अभी जो हमारा जो मॉर्निंग गॉड मिशन का जो प्लेटफॉर्म है, उसे भी प्रभु आशीष करने के लिए प्रार्थना करेंगे। पहले पहले हमें मालूम है काफी लोग आते थे, लेकिन अभी लोग भी कम हो गए। अभी जैसे देखा, अभी प्रार्थना लीड करने के लिए भी लोग अभी नहीं आ रहे। हम प्रार्थना करेंगे सभी का मन के अंदर एक परिवर्तन प्रभु डालने के लिए हम प्रार्थना करेंगे। ज्यादा लोग आए और भिन्न भिन्न भाषा बोलने वाले लोग आए, ताकि इसके अंदर कभी भी कोई भी काम के लिए लोग प्रेरणा मिलने के लिए हम प्रार्थना करेंगे। कोई भी ഏജന്റ് इस विषय के लिए प्रार्थना करिए। നമുക്ക് പ്രാർത്ഥിക്കാം। നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ അനുഗ്രഹമാണ്. അതിന്റെ അത് നേതൃത്വം വഹിക്കുന്ന തോംസൺ പാസ്റ്ററെ കുടുംബമായി നമുക്ക് ഏൽപ്പിക്കാം. ഇപ്പോൾ യുഎസിലായിരിക്കുന്ന അമ്മൂനെ ഓർത്തും അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രണ്ടുപേരുടെയും ഹെൽത്തിനെയൊക്കെ ദൈവം സംരക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവർ കടന്നു വരുന്ന എപ്പോഴാണെന്നൊന്നും അറിയില്ല. അവരുടെ യാത്രയിലൊക്കെ ദൈവം കൂടിയിരിക്കണം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവർ നടത്തുന്ന സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സമൂഹത്തിലെ വ്യത്യസ്തരായി നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആ സ്വഭാവത്താൽ അവർ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക്
പ്രാർത്ഥിക്കാം. അവരുടെ മക്കളെ 3 പേരെ നമുക്ക് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബെന്നോർ നവമിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ജോയലിനെ അന്യനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ മുച്ചുമായി ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗോഡ് മിഷന്റെ ഈ പ്ലാറ്റ്ഫോമും ഇനിയും കൂടുതലായി വികസിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന്റെ കർത്താവിന്റെ വരവ് വരെയും ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദർശനത്തെ ഓർത്ത് ദൈവത്തിന്റെ നമുക്ക് നന്ദി പറയാം. ആരെങ്കിലും ഒരാള് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചത് कोई भी एक प्रार्थना करिए। हालेलुया, धन्यवाद धन्यवाद सर्वशक्तिमान परमेश्वर पिता। प्रभु यीशु मसीह के नाम से आपके पास आते, आपके चरणों के निकट आते। प्रभु आप दया के सागर हैं, आप बड़े बड़े कार्य करने वाले परमेश्वर पिता। आप प्रभु हमारी प्रार्थनाओं को सुनने वाले परमेश्वर पिता। मैं विशेष प्रार्थना करता हूँ जो प्लेटफॉर्म में प्रभु आपकी आशीष हो प्रभु, आपकी इच्छा से प्रभु ये चल रहा है प्रभु, और आपने अब तक संभाला है प्रभु, आप आगे भी संभाले प्रभु। इस जूम प्लेटफॉर्म में प्रभु जितने भी आपके दास दासियां जुड़ते हैं प्रभु, सबों को आशीषित के, सबों पर दया के, सबों की रक्षा के प्रभु, और सबों को आशीषित के परमेश्वर पिता। हमारी आपसे प्रार्थना प्रभु बहुत आय से आशीषित करें, यीशु के नाम में प्रभु बहुत आय से आशीषित के प्रभु। इस जूम प्लेटफॉर्म में प्रभु आपकी आशीष होने पाए परमेश्वर पिता। मैं विशेष प्रार्थना करता हूँ थम संसार के लिए प्रभु, थम संसार पर आपकी आशीष हो प्रभु, आपकी दया हो प्रभु। थम संसार को प्रभु आशीषित करें, उनके पूरे परिवार को आशीषित करें सर इस समय जहाँ कहीं है प्रभु उनकी रक्षा करना, उनके आने जाने में सहायता करना। थम संसार को प्रभु आशीष करना, उनके पूरे परिवार को आशीषित करना प्रभु, उनके पूरे प्रभु बच्चों को आशीषित करना प्रभु परमेश्वर पिता। आशीषित करे प्रभु परमेश्वर, थम संसार को प्रभु आप भला चंगा रखे प्रभु, जहाँ भी वो आते जाते हैं प्रभु आप आशीषित करे, दया करे। और प्रभु मैं विशेष प्रार्थना करता हूँ प्रभु परमेश्वर एबनेजर स्कूल के लिए प्रभु, एबनेजर स्कूल पर प्रभु आपकी आशीष हो प्रभु। एबनेजर स्कूल को प्रभु आप आशीषित करें यीशु के नाम में, आप दया करें यीशु के नाम में, आप अनुग्रह करें यीशु के नाम में परमेश्वर। स्कूल को और भी आप बढ़ाए प्रभु, स्कूल को प्रभु और भी आप आशीषित करें प्रभु। स्कूल पर प्रभु आप दया करें प्रभु, जितने भी बच्चे पढ़ते हैं उन बच्चों को आशीषित करें प्रभु, बच्चों को भला चंगा रखे प्रभु। जितने भी टीचर है प्रभु, स्टाफ है स्कूल के, सबों को आप आशीषित के प्रभु। सारे टीचर को, सारे स्टाफ को प्रभु मैं आपके हाथों में सौंपता हूँ। आप रक्षा करें प्रभु, सहायता करें प्रभु, आप दया करें प्रभु, आप अनुग्रह करें परमेश्वर पिता। हमारी आपसे प्रार्थना है प्रभु बहुत आय से आशीषित करें यीशु के नाम में प्रभु, बहुत आय से आशीषित करें परमेश्वर पिता। मैं विशेष प्रार्थना करता हूँ प्रभु परमेश्वर पिता, आपकी आशीष हो प्रभु परमेश्वर पिता, आपकी दया होने पाए यीशु के नाम में प्रभु परमेश्वर पिता। आशीषित के प्रभु, इस जूम प्लेटफॉर्म में जितने भी आपके दास दासियां जुड़ते हैं प्रभु, सबों को आशीषित करे, सबों पर दया करे परमेश्वर। और प्रभु परमेश्वर थम संसार की पूरी सेवकाई को आशीषित के प्रभु, और प्रभु उनके पूरे परिवार को आशीषित के प्रभु, उनके पूरे प्रभु बच्चों को आशीषित के प्रभु। इस समय जहाँ कहीं है सर प्रभु उनकी रक्षा करना, उनको आप आशीषित करना प्रभु, उन पर आप दया करना परमेश्वर पिता। मैं विशेष प्रार्थना करता हूँ प्रभु, आशीषित के परमेश्वर वही स्कूल प्रभु परमेश्वर पिता आशीषित होने पाए, एबनेजर स्कूल प्रभु बढ़ने पाए, वहां पर प्रभु और भी बच्चों को प्रभु आप आशीषित के प्रभु, बच्चों को पढ़ने लिखने के लिए ज्ञान बुद्धि प्रकाशन से भरे प्रभु। आप दया करें यीशु के नाम में, आप अनुग्रह करें परमेश्वर पिता यीशु के नाम में। हमारी आपसे प्रार्थना प्रभु बहुत से आशीषित करें, आप दया करें। धन्यवाद करते हैं प्रभु सारी बातों के लिए, आपने हमारी प्रार्थना को सुना उसके लिए धन्यवाद करते हैं। और सारा आदर महिमा आपको देते हुए इस प्रार्थना विनती को हमारे उद्धार करता मुक्तिदाता प्रभु यीशु मसीह के नाम से मांगते सुनकर दया से ग्रहण करें, आमीन आमीन। आमीन आमीन आमीन। प्रभु ने हमारा प्रार्थना सुना, हम धन्यवाद करेंगे। धन्यवाद धन्यवाद धन्यवाद। थैंक यू पप्पू पास्टर, प्रभु आपको आशीष और अनुग्रह करे। और अभी हम प्रार्थना में आगे जाएंगे, हम प्रार्थना करेंगे। हम अभी इस प्लेटफॉर्म में जितने भी परिवार जुड़े हुए हैं सबके लिए हम प्रार्थना करेंगे, और हम प्रार्थना करेंगे सारे सेवकों के लिए हम प्रार्थना करेंगे। प्रभु सबको आशीष और अनुग्रह करे, और पवित्र आत्मा का वो अभिषेक से भर के अपना सेवकाई करने के लिए सभी को प्रभु सहायता मदद करने के लिए हम प्रार्थना करेंगे। और चिन्ह और चमत्कार के साथ में उनका अपना सेवकाई करने के लिए आगे ले जाने के लिए प्रभु सहायता करे, उसके लिए भी हम प्रार्थना करेंगे। जो जो उनका जरूरतें हैं सारे पूरा करने के लिए हम प्रार्थना
प्रार्थना करेंगे, जिसको कई लोगों को अपना सभा चलाने के लिए बिल्डिंग नहीं है और रहने के लिए अच्छा मकान नहीं है और बच्चे का पालन पोषण करने के लिए आर्थिक अवस्था का सुधार के लिए हम प्रार्थना करेंगे। और उनका जो भी है, बच्चों को जो पढ़ाना चाहते हैं उनके लिए भी प्रभु उनका सारे व्यवस्था को पूरा करने के लिए हम प्रार्थना करेंगे। हर एक सेवकों का बहुत सारे मुश्किलों से जाते हैं लोग, उनके लिए हम प्रार्थना करेंगे। और इधर उधर जाने के लिए काफी लोगों के पास में कोई व्हीकल नहीं है, अपना पैदल चल के और साइकिल पे और गाड़ी वाड़ी लेना पड़ता है, तो हम प्रार्थना करेंगे सभी को एक 2 व्हीलर कम से कम प्रभु उनके देने के लिए हम प्रार्थना करेंगे। और सबका अच्छा घरों के लिए हम प्रार्थना करेंगे और उनके सेवकाई को अच्छा सभा चलाने के लिए, बिल्डिंग के लिए हम प्रार्थना करेंगे और अच्छा घर के लिए भी प्रार्थना करेंगे। उनका आर्थिक अवस्था के लिए भी कोई भी एक जन इस विषय के लिए प्रार्थना करें। सारे सेवकों के लिए भी और सारे जितने भी इस प्लेटफॉर्म में शामिल है, सारे भाई बहन के लिए प्रार्थना करना। कोई भी एक जन इस विषय के लिए प्रार्थना करिए। हालेलुया हालेलुया। धन्यवाद 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 सर्वशक्तिमान अनुग्रहकारी दयालु सामर्थ्य परमेश्वर पिता प्रभु, हम आपका धन्यवाद, आपकी महिमा स्तुति प्रशंसा करते हैं परमेश्वर। हम धन्यवाद करते हैं परमेश्वर पिता इस दिन के लिए प्रभु, ये दिन प्रभु आपने हमारे जीवन में जोड़ा प्रभु जी, हम आपका धन्यवाद आपकी महिमा करते हैं पिता परमेश्वर। प्रभु जी हम प्रार्थना करते हैं सारे सेवकों के लिए परमेश्वर, आपके दासों के लिए प्रभु, जितने भी इस मीटिंग में बैठे हुए हैं, जुड़े हुए हैं परमेश्वर, जो नहीं जुड़ पाए उन सबों के लिए भी प्रार्थना करते हैं परमेश्वर पिता। हालेलुया। आप अनुग्रह करें, दया करें, आशीष करें परमेश्वर, आपकी महिमा आपकी स्तुति आपकी प्रशंसा होने पाए पिता परमेश्वर। आप उनकी सेवकाएं पर आशीष करें, दया करें परमेश्वर, ताकि उनकी सेवकाएं बढ़ने पाए प्रभु जी। उनकी कलेसिया पर आशीष करे परमेश्वर पिता, इन दिनों होने दीजिए परमेश्वर, तेरे चिन्ह और चमत्कार के साथ उनकी सेवकाएं में कार्य होने के लिए पिता परमेश्वर। सभी की सेवकाएं को आप आशीषित करें, बढ़ाएं परमेश्वर प्रभु जी। हालेलुया परमेश्वर पिता। होने दिल इस युग के लोग पिता परमेश्वर चिन्ह और चमत्कार के पीछे भागते हैं परमेश्वर पिता, तू अपने एक दास को अपने दुगने अभिषेक से भरे, सामर्थ्य भरे पिता परमेश्वर, ताकि उनके द्वारा चिन्ह और चमत्कार हो परमेश्वर पिता। हालेलुया। लोग जानने पर सच्चे परमेश्वर को प्रभु जी, आपकी महिमा हो, अनुग्रह हो, दया हो परमेश्वर पिता। हालेलुया। बहुत सारे सेवक है परमेश्वर पिता, बहुत सारे तेरे प्रिय दास है पिता प्रभु जी, जिन्हें बाइक की समस्या है परमेश्वर पिता, फाइनेंस की दिक्कत प्रॉब्लम है प्रभु जी, आप अनुग्रह दया करें परमेश्वर प्रभु जी। हालेलुया। आप उन्हें पिता उनकी जरूरत के अनुसार उन्हें बाइक दें परमेश्वर प्रभु, अगुवाई करें, सहायता करें, मदद करें परमेश्वर प्रभु जी, ताकि आने जाने में कोई किसी प्रकार की कोई दिक्कत ना होने पाए परमेश्वर, उनकी सेवकाई में आने के लिए परमेश्वर प्रभु जी। हालेलुया। आप दया करें, आशीष करें पिता परमेश्वर प्रभु जी, आप अनुग्रह करें परमेश्वर पिता, आप अपने स्वर्गीय भंडार से उपाय करें परमेश्वर पिता प्रभु जी, कि तेरे दासों की जरूरतें परमेश्वर उनके इच्छा के अनुसार पूरी होने पाए। जो भी इधर जरूरत हो, चाहे वो बाइक की हो, फाइनेंस की हो पिता परमेश्वर पिता। हालेलुया। आप उसे पूरा करिए, आप दया करिए परमेश्वर पिता, ताकि आपके नाम की महिमा हो, आपका राज बढ़े पिता परमेश्वर। हालेलुया। आपकी महिमा होने पाए पिता परमेश्वर, तू आशीष कर, अनुग्रह कर, दया कर परमेश्वर पिता प्रभु जी, ताकि आपका राज बढ़ने पाए परमेश्वर। और भी ज्यादा से ज्यादा लोग परमेश्वर इन दिनों जोड़ने दीजिए परमेश्वर पिता। ओ प्रभु जी, भले ही सता है परमेश्वर पिता परमेश्वर, लेकिन जहाँ ज्यादा सता होता है परमेश्वर, आपकी महिमा भी उससे दुगनी होती है प्रभु जी। हालेलुया। होने दीजिए पिता, नए नए लोग आने के लिए हर एक कलीसिया में प्रभु जी आप दया करें, आशीष करें परमेश्वर पिता, हर एक को अपनी सामर्थ आशीष से भरे पिता परमेश्वर, ताकि उनकी कलीसिया में पिता परमेश्वर हालेलुया अद्भुत काम होने पाए परमेश्वर पिता प्रभु जी। आशीष कर, अनुग्रह कर परमेश्वर पिता, इन दिनों परमेश्वर हर एक को अपनी सामर्थ्य करें, आशीष कर, अनुग्रह कर, दया कर परमेश्वर प्रभु जी। हालेलुया हालेलुया परमेश्वर पिता। वो परमेश्वर पिता सताओ में हर एक सेवक को पिता आने जाने में संभाले परमेश्वर पिता, और परमेश्वर की आने जाने में रक्षा करे परमेश्वर प्रभु जी। हालेलुया। किसी प्रकार की कोई समस्या परेशानी ना होने पाए परमेश्वर पिता प्रभु जी। और पिता जहाँ कलीसिया होती है वहाँ के आसपास के लोग, गांव भी परमेश्वर पिता हालेलुया यीशु के नाम में बदल ले पाए पिता, तू दया कर, आशीष कर, अनुग्रह कर, अगुवाई कर, सहायता मदद कर प्रभु जी। हालेलुया। प्रार्थना करते हैं परमेश्वर एक बार फिर से पिता, बैठे सभी तेरे दासों को, सेवकों को परमेश्वर पिता तेरे हाथों में देते हैं परमेश्वर पिता, तू अनुग्रह कर पिता परमेश्वर, तू आशीष कर उनके घर परिवार को पिता परमेश्वर प्रभु जी। हालेलुया। उनकी जरूरतों को परमेश्वर पिता, उनकी सेवकाई को परमेश्वर पिता प्रभु जी हम तेरे हाथों में देते हैं पिता, आप अपने अनुसार पिता हर एक जरूरत को पूरा करिए, हर एक कलेसिया को बढ़ाइए, और पिता परमेश्वर उनकी भी सेवकाई बढ़ती जाए। तू अनुग्रह कर, दया कर, आशीष अनुग्रह कर परमेश्वर पिता। धन्यवाद करते हैं प्रभु, आपने हमारी प्रार्थना को सुना, उत्तर हमें दिया, विश्वास करते विश्वास के साथ प्रार्थना यीशु मसीह के नाम से मांगते हैं, सुना दया से ग्रहण करें, आमीन। आमीन आमीन आमीन। प्रभु ने हमारी प्रार्थना सुना, हम धन्यवाद करेंगे। हालेलुया हालेलुया हालेलुया। थैंक यू पास्टर जी। प्रभु आपको आशीष करे, अनुग्रह करे, आपको परिवार को भी।
और अभी हम प्रार्थना करेंगे। अभी किसी को प्रार्थना का विषय है और कोई गवाही बोलने के लिए है, अभी जो प्रार्थना किया हुआ है उसके लिए उत्तर मिला करके किसी को है? मैम जय मसीह की। हाँ बोलिए, कौन है? मैं सुल्तान करके। हाँ बोलिए मास्टर जी। मैम मेरी एक गवाही वो प्रार्थना विषय है, मेरी बेटी का एडमिशन कराना है, तो उसके लिए परमेश्वर सहायता करे, इसके लिए प्रार्थना करिए। कौन सा क्लास का है वो? जी अभी कोई क्लास का नहीं है, अभी वो ट्यूशन दे रहे हैं, बाकी वो 3 साल की है, अच्छा, 3.5 साल ओके की, ओके उसे एडमिशन कराना है। ओके ओके ओके, प्रार्थना करेंगे। और किसी को है? आंटी जय मसीह की। हाँ बोलिए बोलिए। आंटी मम्मी के लिए प्रार्थना करिएगा, प्रभु हाँ छुटकारा दे मम्मी के लिए। आंटी हाँ, मम्मी के लिए, ओके। मम्मी के क्या हुआ है? वही आंटी जो बताया था हमने, कैल्शियम का कमी था, खून में इन्फेक्शन था, खून का भी कमी था, ओके ओके। और टेस्ट भी कराए थे, थायराइड करके एक निकला हुआ है टेस्ट में। अच्छा तबीयत ठीक नहीं रहता उनका, एकदम सुस्ती रहती है, तो उसके लिए प्रार्थना करिए। ओके ओके, प्रार्थना करें। और कोई है? आंटी जय मसीह। जय मसीह की। कौन बोल रहे हैं? आंटी हाँ हाँ बोलिए, अजय कुमार मास्टर जी। हाँ, बच्चे के लिए प्रार्थना करिए, नई जगह जा रहे हैं। कहाँ जा नई रहे जगह हैं? नई जगह में सेवकाई में जा रहे हैं। ओके प्रार्थना परमेश्वर सहायता मदद करे। ओके ओके, प्रार्थना करेंगे। और है कोई? आंटी जय मसीह की। जय मसीह की। नाम भी बताया करो, फिर मेरे को ये घूमना पड़ता है इसको। कौन है? शिवा जेम्स मास्टर है? जी आंटी जी। हाँ बोलिए। एक धन्यवाद विषय है आंटी। हाँ आ, बोलिए। और जो आंटी के लिए मैंने प्रार्थना विनती दिया था, मैंने बताया था कि हाँ उनको वो बेहोश होकर गिर गई थी, और हाँ उनको उनके घर में कोई जादू टोना वगैरह कर गया था इस तरीके से। हाँ तो एक्चुअली ऐसा हुआ, कल हम प्रार्थना में गए थे सेवा में, तो फिर उनके घर में जब हम गए तो फिर उन्होंने, वो तो बेहतर है, अभी काफी ठीक है। प्रभु का धन्यवाद हो कि परमेश्वर ने बेहतर तरीके से चंगाई दिया है। बस थोड़ा सा उनके ओके हाथों के लिए प्रार्थना करिएगा, उनके हाथ में थोड़ा सा वो झुंझुनाहट वगैरह रहता है बस। ओके। एक्चुअली एक बहुत बड़ा वहीं पर उसी गांव में उनके घर के पीछे 2-3 घर के 4-5 घर के बाद में मतलब ओझा था एक, जो झाड़ फूक करता है, तंत्र हाँ मंत्र हाँ करने वाला। हाँ 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 बता। तो बहुत हाँ पुराना व्यक्ति था। तो हाँ अभी एक्चुअली ऐसा हुआ, मैं गया था वहां पर तो पता चला कि वो हॉस्पिटल में पड़ा है, और वो बंदा इतना बीमार है, इतना बीमार है कि हाँ वो मरने की कंडीशन में है। तो लगातार प्रार्थना, तो मुझे ऐसा एहसास हुआ कि शायद इसी का किया काम होगा, क्योंकि वो बंदा जब जाते थे, तो जब जाते थे तब तो गालियां देता था, हम्म। यीशु मसीह का नाम लेकर गालियां देता था, उल्टा सीधा बोलता ओके था। ओके। हम लोग हाँ हाँ ये हाँ। लोग हमेशा आते हैं धर्म बदलने के लिए, प्रार्थना करवाने के हम्म। लिए, ईसाई बनाने के लिए, बहुत बहुत गालियां देता था। तो जो ओके ओके। काम किया था, जो कार्य करने का जो उनके घर में जो काम था, वो उसी बंदे ने किया था। अच्छा। हाँ तो अभी परमेश्वर ने उसको ताड़ना दिया है, उसको दंड ऐसा दिया है कि वो हॉस्पिटल में बस्ती में जाके सांसें गिन रहा है। ठीक है, हम उनके लिए भी प्रार्थना करेंगे, है ना? हाँ ठीक है, हम इस बेहद के लिए भी अभी सब लोगों ने सुनाया है ना, सुना है सारे विषय जो बोला है। एक तो अभी पास्टर शिवा ने बताया, अब आंटी जो गिर गया है, मतलब किसी ने कुछ किया करके, वो हम प्रार्थना करेंगे इस पंडित के लिए, जो ऐसे गलत काम करने वालों के लिए। और अजय कुमार पास ने जो बताया है, दूसरी जगह पे जा रहे सभा करने के लिए, उसके लिए प्रार्थना करेंगे। और सुनील जी का पास ने जो बताया मम्मी के लिए प्रार्थना करने के लिए, तो उस विषय के लिए भी प्रार्थना करेंगे। और सुल्तान मास्टर का जो बेटी को एडमिशन, छोटी बच्ची है, 3 साल का है, तो अभी से वो चाहते हैं बच्चों को अच्छा पढ़ाई लिखाई कराने के लिए, तो उनका मन का हृदय का इच्छा, अच्छी बात है ये। वो तो प्रभु ने सहायता करे, ये सारे विषय को लेकर के हम प्रार्थना करेंगे। कोई भी एक इस विषय के लिए प्रार्थना करिए। ମଙ୍ଗଳମୟ ପରମେଶ୍ୱର ବାପା ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ।
ତୁମେ ଉପସ୍ଥିତ କରିଥିବାରୁ ପରମେଶ୍ୱର ଆପା ଏଇ ଜୁମ୍ ମାଧ୍ୟମରେ ପରମେଶ୍ୱର ଆପା ତୁମର ସ୍ତୁତି ଆସୁ, ତୁମର ମହିମା ଆସୁ, ତୁମର ରାଜ୍ୟ ଆସୁ। ପ୍ରଭୁ ସ୍ତୁତି ପ୍ରଶଂସା ନିମନ୍ତେ ଧନ୍ୟବାଦ ଦଉଛି ଏବଂ ତୁମର ଦାସ ଉତ୍ତମ ବାକ୍ୟ ପ୍ରଚାର କରିଥିବାରୁ ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ। ଉତ୍ତମ ଟେଷ୍ଟିମନି ମଧ୍ୟ ଶୁଣାଇ ଅଛନ୍ତି ପରମେଶ୍ୱର ଆପା, ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ। ପ୍ରତ୍ୟେକଙ୍କ ଜୀବନରେ ସେ ଟେଷ୍ଟିମନି କାର୍ଯ୍ୟ କରୁ ପ୍ରଭୁ, ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ। ଲୁକ ଲିଖିତ ସୁସମାଚାର 19 ଅଧ୍ୟାୟର ପ୍ରଭୁ ଧନ୍ୟବାଦ ଦଉଛି ଏବଂ ଲୁକ 2:10 ନିମନ୍ତେ 40 ନିମନ୍ତେ ମଧ୍ୟ ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ। ଯୀଶୁଙ୍କୁ ଆମେ ଡାକିବା କଥା ପରମେଶ୍ୱର ପ୍ରଭୁ ଆମ ହୃଦୟ ବିବେକରେ, କିନ୍ତୁ ତାଙ୍କ ପିତା ମାତା ପରମେଶ୍ୱର ଆପା ବହୁତ ଦୂରକୁ ଚାଲି ଯାଇଥିଲେ। ପ୍ରଭୁ ତୁମେ ଦୟା କର, ଅନୁଗ୍ରହ କର, ଆମେ ମଧ୍ୟ ସେହିପରି ନ ହୋଇ ପ୍ରଭୁଙ୍କୁ ଅନ୍ତର ସହ ଆମେ ଡାକିବାକୁ ସଦା ସର୍ବଦା ପ୍ରଭୁ ତୁମକୁ ଠାରେ ଲାଗି ରହିପାରିବୁ। ତୁମେ ଅନୁଗ୍ରହ କର, ଦୟା କର, କୃପା କର। ଧନ୍ୟବାଦ ଦଉଛି ପ୍ରଭୁ ବ୍ରଦରଙ୍କର ପ୍ରେୟାର ପଏଣ୍ଟ ପାଇଁ ପରମେଶ୍ୱର ଆପା। ସେଇ ପ୍ରେୟାର ପଏଣ୍ଟ ଉପରେ ତୁମେ ଦୟା କର, ଅନୁଗ୍ରହ କର ପ୍ରଭୁ। ସେ କ୍ୟାନ୍ସର ରୋଗରୁ ପ୍ରଭୁ ସେ ଯେପରି ହିଲିଂ ପାଇବେ ଏବଂ ପରମେଶ୍ୱର ଆପା ତାଙ୍କର ସମସ୍ତ ଯନ୍ତ୍ରଣା ବେଦନା ପ୍ରଭୁ ସମସ୍ତ କିଛି ସେଇ ପରିବାରକୁ ତୁମେ ଶାନ୍ତି ସାନ୍ତ୍ୱନା ଦିଅ ଏବଂ ତୁମେ ଆରୋଗ୍ୟ କର ପ୍ରଭୁ। ଏବଂ ବ୍ରଦରଙ୍କର ସମସ୍ତ କାର୍ଯ୍ୟକୁ ପ୍ରଭୁ ତୁମେ ସଫଳୀକୃତ କର, ତାଙ୍କ କଲିସିଆ ଏବଂ ତାଙ୍କର ବାଲ ବଚ୍ଚାକୁ ତୁମେ ବ୍ଲେସିଂ କର, ପ୍ରୋଟେକ୍ସନ ଦିଅ, କୃପା କର। ତାଙ୍କରି ଷ୍ଟେଟ କୁ ମଧ୍ୟ ତୁମ ହସ୍ତ ରଖୁଛି ପ୍ରଭୁ। ସେ ଷ୍ଟେଟ ରେ ସେ ମିନିଷ୍ଟ୍ରି କରନ୍ତି, ସେଠାରେ ମଧ୍ୟ ତୁମେ ଉତ୍ତମ ଉତ୍ତମ ଆତ୍ମା ଯୋଗାଅ, ଯେପରି ସେ ହଜାତ୍ମା ମାନଙ୍କ ଠାରୁ ବିଜୟ ପାଇବେ ପ୍ରଭୁ ଏବଂ ଅନେକଙ୍କୁ ତୁମ ନିକଟକୁ ଆଣିବେ ପ୍ରଭୁ। ତୁମେ ଦୟା କର, ଅନୁଗ୍ରହ କର, କୃପା କର। ତୁମରି ସ୍ତୁତି ଆସୁ ପ୍ରଭୁ। ଆଣ୍ଟି ଲିଡିଂ କରୁଅଛନ୍ତି, ତାହାଙ୍କୁ ମଧ୍ୟ ତୁମେ ବ୍ଲେସିଂ କର, ପ୍ରୋଟେକ୍ସନ ଦିଅ, କୃପା କର। ତାଙ୍କରି ବାଲ ବଚ୍ଚାକୁ ତୁମେ ପ୍ରଭୁ ବ୍ଲେସିଂ କର, ଗୁଡ ହେଲ୍ଥ ଦିଅ ପ୍ରଭୁ। ତାଙ୍କର ମିନିଷ୍ଟ୍ରି ଉପରେ ମଧ୍ୟ ତୁମେ ଆଶୀର୍ବାଦ କର, ଅନୁଗ୍ରହ କର, ଦୟା କର ପ୍ରଭୁ। ତୁମ ହସ୍ତ ରଖୁଛି ସକଳ ପ୍ରେୟାର ପଏଣ୍ଟ କୁ ତୁମେ ହିଁ ସହବର୍ତ୍ତୀ ହୁଅ ଏବଂ ତୁମେ ହିଁ ସେମାନଙ୍କର ଭରସା ଆଶା ପ୍ରଭୁ। ସେଇ ସିଷ୍ଟମ ତୁମେ ପ୍ରଭୁ ଅନୁଗ୍ରହ କର, ଦୟା କର प्रभु यीशु नाम मांगुछि आमेन। आमेन आमेन आमेन। प्रभु ने हमारा प्रार्थना सुना है, हम धन्यवाद करेंगे। हालेलुया हालेलुया हालेलुया। थैंक यू सुशांत सिस्टर, बहुत दिन हो गया है आपका आवाज सुन के। मैं सिस्टर कैसे हो? ठीक हो? वो लड़की अच्छा नहीं है, उसका तबीयत। क्या हो गया? उसका पेट दर्द हो रहा है बोल रहा है। ज्यादा पेट दर्द है, अब स्कूल जाने के लिए रो रहा है, नहीं जा पाएगी। उसके लिए प्रार्थना करेंगे बेटी के लिए। और बाकी लोग सब अच्छे हैं। आशीष और आकाश दोनों ठीक है? हाँ, आकाश आशीष ठीक है। आकाश तो घर में नहीं गया हुआ है ना। चलो ठीक है, ओके। प्रार्थना करेंगे अभी हम लोग। प्रार्थना करेंगे सारे जितने भी लोग बीमार है उनके लिए हम प्रार्थना करेंगे। अभी जैसे सिस्टर ने बताया बेटी के लिए प्रार्थना करेंगे हम। प्रभु ने पेट में दर्द हो रहा करके बताया, उसके लिए प्रार्थना करेंगे। और जितने भी हमारे जो प्लेटफॉर्म में है अभी, जॉर्ज ब्रदर है और उनका मिसेस फिलोमिना आंटी, ये दोनों बीमार है, दोनों बुखार से पीड़ित है। जब से यहाँ से केरला गया वापस आया, केरला में भी बुखार था, इधर आने के बाद में भी बुखार है और पूरा कमजोरी में है दोनों लोग। हम प्रार्थना करेंगे उनके लिए और हम प्रार्थना करेंगे ओमना सिस्टर के लिए भी। उनका भी तबीयत ठीक नहीं है, खांसी और जुकाम वगैरह हो चुके हैं बिल्कुल। कल मैंने बात किया था तो बिल्कुल उनका गला वगैरह बैठे हुए हैं, बात नहीं कर पा रहे थे उतना, वो भी सही नहीं है। तो प्रार्थना करेंगे। पूरा रास्ते में वो उनका खांसी था करके बता रहे। हम प्रार्थना करेंगे सबका हीलिंग के लिए हम प्रार्थना करेंगे। और जितने भी लोग बीमार है सभी के लिए, हमें नहीं मालूम कौन कौन बीमार है, जो जैसे जिसको मालूम है वो सब प्रार्थना करिए। सभी को प्रभु चंगाई देने के जल्दी से जल्द वापस इस प्लेटफॉर्म में आने के लिए सबको प्रभु सहायता मदद करे, इसके लिए प्रार्थना करेंगे। और हम प्रार्थना करेंगे
जो अनीत सिस्टर का जो सिस्टर इन लॉ है उनके लिए हम प्रार्थना करेंगे। उनका पैर में जो डायबिटीज की वजह से उसको काटने के लिए जा रहे हैं, हम प्रार्थना करेंगे प्रभु से असंभव कुछ भी नहीं है, तो हम प्रार्थना करेंगे उनका प्रभु वो पैर बचा के रखने के लिए, उसको कटवाने नहीं देना प्रभु। हम प्रार्थना करें कि अद्भुत कार्य उनका जीवन में होने के लिए हम प्रार्थना करें। भी विश्वास में पूरा आया नहीं है, हम प्रार्थना करेंगे उनको विश्वास में आने के लिए भी, ये सब एक चमत्कार देके वो पूरा परिवार विश्वास में रहने के लिए हम प्रार्थना करेंगे। कोई भी एक जन सारे विषय को लेकर के प्रार्थना करिए। നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ എല്ലാ രോഗികളായിട്ടുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ രോഗികളായിട്ട് ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജോർജ് ചൈനയും അതുപോലെ ഫിലോമിന സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ഇവിടുന്ന് പോയി നാട്ടിൽ വന്ന് അസുഖമായിട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ടും അവർക്ക് സുഖമില്ല, അവർ വളരെ ക്ഷീണിതരായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റർ പറഞ്ഞ പോലെ അവരുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുശാന്തി സിസ്റ്ററുടെ മോൾക്ക് വയറ്റിൽ വേദനയാൽ ഭാരപ്പെടുന്നു, അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. മോഹന സിസ്റ്റർ ഇവിടുന്ന് പോയിട്ട് തീരെ വയ്യാതെയായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ തൊണ്ടയൊക്കെ വല്ലാതെ അടഞ്ഞിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്ററുടെ പൂർണ്ണമായ ഒരു ഹീലിംഗും നടക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ സിസ്റ്ററിന്റെ നാത്തൂന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ഒരു വിടുതലാക്കം, കാല് കട്ട് ചെയ്യുന്നു പറഞ്ഞാൽ കാല് ദൈവം അത് നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്തഓട്ടം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ഒരു സൗഖ്യം ആ കുടുംബത്തിന്റെ മേളിൽ ഉണ്ടാകട്ടെ, ഒരു അത്ഭുതം ദൈവം ചെയ്യട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആരെങ്കിലും ഒരാൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. कोई भी एक जन इस विषय के लिए प्रार्थना करिए. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, തിരുനാമത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം ഉണ്ടാകട്ടെ കർത്താവേ. ഇത്രത്തോളം സമയം അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. നല്ല ആരാധന തന്നതിനായിട്ട് സ്തുതിക്കുന്നു. നല്ല വചനം അടിയങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ. അടിയങ്ങളെ ഹല്ലേലൂയ അങ്ങേ വിട്ടൊരു ജീവിതം അപ്പാ അടിയങ്ങൾക്ക് വേണ്ട നാഥ. ഹല്ലേലൂയ അങ്ങേ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ, അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ അന്ത്യത്തോളം കർത്താവെ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രയർ പോയിന്റ്സ് ലീഡ് ചെയ്യുവാൻ പ്രിയദാസിയെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചല്ലോ, നന്ദിയോട് സ്തോത്രം. ഇത്രത്തോളം ആരോഗ്യം കൊടുത്ത് കർത്താവ് ബലപ്പെടുത്തിയല്ലേ അപ്പൊ ആ സ്തുതിക്കുന്ന നാഥ. സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് അവിടുത്തെ കരുതലിനായിട്ടൊക്കെയും സ്തുതിക്കുന്നു. ജീവിതത്തിലെ ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളിൽ അടിയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സ്വർഗത്തിലെ അപ്പച്ചൻ അതിന്മേലൊക്കെയും അത്ഭുത പ്രവൃത്തിയെ ചെയ്യുന്ന ദൈവമാകയാൽ കർത്താവെ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. പ്രിയദാസിയെയും ദാസിനെയും കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് അവരെ പരിപാലിച്ചു കൊള്ളുമാറാകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. ഈ സമയം അടിയങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ അടിയങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. രോഗത്തിന് ഹല്ലേലൂയ വൈദ്യൻ എൻ്റെ ദൈവമാകയാൽ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവെ. ഈ സമയം ഹല്ലേലൂയ सुशांति बहन का बेटी के लिए हम प्रार्थना करता है। हालेलुया। प्रियदर्शनी को आपका चरणों में रख के हम प्रार्थना करता है प्रभु जी। आपका बेटी है, उनका पेट में जो भी दर्द है वो आप जानता है, इसलिए हालेलुया आपका चरणों में बेटी को पूरी तरफ से हम समर्पण करके प्रार्थना करता है प्रभु जी। उनको स्कूल जाना है, पढ़ाई करना है, हालेलुया ये सब में कोई भी हालेलुया स्तोत्रम कर्तावे स्तुतिക്കുന്നു. ओ ग्लोरी हालेलुया। कोई भी कमी कटी नहीं होना चाहिए प्रभु जी। अब पूरी तरफ से हम अभी प्रार्थना करने का इसी वक्त में भी पूरी तरफ से चंगाई प्राप्त होके हालेलुया हालेलुया खुशी के साथ स्कूल जाने के लिए उनको सहायता कर लीजिए प्रभु जी। उनका फ्यूचर आपका चरणों में रख के हम प्रार्थना करता है। आकाश के लिए धन्यवाद प्रभु जी। आशीष के लिए हम प्रार्थना करता है प्रभु जी। और लोग का पढ़ाई में वो आपका उपस्थिति उनके साथ होना चाहिए। वो घर का सारे विषय हालेलुया आप जानता है, इसलिए हम धन्यवाद करके प्रार्थना करता है। उनका सेवकाई में आपका उपस्थिति उनके साथ होना चाहिए प्रभु जी। आपका नाम का बढ़ोतरी के लिए, आपका नाम का महिमा के लिए हालेलुया। वो लोग जो प्रभु का काम कर रहे उधर सब आपका उपस्थिति हालेलुया होना चाहिए प्रभु जी। उनका सेवकाई में कोई भी रुकावट नहीं होना चाहिए। कोई
सताव बीच में नहीं आना चाहिए प्रभु जी। हालेलुया। पूरे आशीष से भर दीजिए, तंदुरुस्त से भर दीजिए। प्रभु का दास को भी आपका चरणों में रख दीजिए, पूरा फैमिली आपका नाम का हालेलुया बढ़ोतरी के लिए, आगे भी काम करने के लिए आप सहायता कर लीजिए। हालेलुया സ്തോത്രം. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും വഹിച്ചു പിന്നെയും പ്രാർത്ഥിക്കുന്നു. ജോർജ് ഭരണമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഫിലോമിനിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഭവനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അനേക ദിവസങ്ങളായിട്ട് അവർ രോഗത്താൽ ഭാരപ്പെടുന്നല്ലോ, ശാരീരികമായി വളരെ ക്ലേശം അനുഭവിക്കുന്നല്ലോ. ഹാലേലുയ്യ. ഒരു വളരെ വീക്കാണല്ലോ കർത്താവെ. രണ്ടുപേരെയും അവിടുത്തെ കൃപയിൽ പൊതിയുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുകയാണ്. ആ ഭവനത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ അവിടുന്ന് ശാസിച്ച് അകറ്റിക്കളയുമാറാകണമെന്ന് നിങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ സ്വതന്ത്രരാകട്ടെ കർത്താവെ. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ നാഥ. ഹാലേലുയ്യ ഹല്ലേലുയ്യ. പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ പിന്നെയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം അവരെ സഹായിക്കുമാറാകണമെന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലുയ ഹല്ലേലുയ ഹല്ലേലുയ. കർത്താവെ സ്തോത്രം. ഈ സമയം ഓമന ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നല്ലോ, നന്ദിയോട് സ്തോത്രം. യാത്രയിൽ കൂടെ ഇരുന്നല്ലോ, നന്ദിയോട് സ്തോത്രം. കർത്താവെ ഇവിടെ ആയിരിക്കുമ്പോൾ ശാരീരികമായ അല്പ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കേട്ടല്ലോ. പനിയുടെ അസ്വസ്ഥതയാൽ, ചുമയുടെ അസ്വസ്ഥതയാലൊക്കെയും ഭാരപ്പെടുന്നുവല്ല കർത്താവെ. സ്വർഗം കാണുന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ സഹിത്വം കൂടെ ഉണ്ടായിരിക്കുമാറയണമേ. പൂർണ്ണമായ വിടുതലും ആരോഗ്യവും കൊടുക്കണമേ. പല ആവശ്യങ്ങൾക്കായി കടന്നു വന്നിരിക്കുന്നല്ലോ, അവയൊക്കെയും പൂർത്തീകരിക്കുവാൻ സ്വർഗം ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവെ മാനിക്കണമേ. നടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. സ്തോത്രം. ഹല്ലേലുയ. അടിയങ്ങളിപ്പോൾ ഒന്നിച്ച് കർത്താവെ ആ സീന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനീറ്റിന്റെ സിസ്റ്ററിലേക്ക് വേണ്ടി ഹാലേലുയ. അടിയങ്ങളെ കർത്താവെ ഹാലേലു ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എന്റെ അപ്പച്ചൻ കൊടുത്ത അവയവങ്ങളൊന്നും കട്ട് ചെയ്ത് കളയുവാനല്ല നാഥ, അതിന് പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച് ഹാലേലുയ ഹാലേലുയ. ഓ ആ കാലുകൾ കൊണ്ട് നടന്ന് അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ആ മകളെ സഹായിക്കണമേ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് വചനം അയച്ച് സൗഖ്യം അയക്കണമേ കർത്താവേ. ഹല്ലേലുയ. അടിയങ്ങള് ഒന്നിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ദാസി അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും കർത്താവേ പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അതിവേദനയാൽ ഹാലേലുയ നൂറ് നിലവിളിയോടെ ആയിരിക്കുന്നു കേൾക്കുവാൻ ഇടയായുള്ള കർത്താവേ അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. സ്വർഗത്തിലെ അപ്പച്ചൻ പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ ഭവനത്തിന്റെ ആവശ്യങ്ങളൊക്കെയും എന്റെ ദൈവം അറിയുന്നുവല്ലോ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനമാണല്ലോ കർത്താവേ. ആവശ്യങ്ങളെ കർത്താവ് സാധിപ്പിച്ചു കൊടുക്കുമാറാകണമേ. ആ കൂട്ടായി കൊടുത്ത മകന് സമാധാനം കൊടുക്കണമേ കർത്താവേ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ കർത്താവേ. ആ ഭവനം ഹാലേലുയ്യ പൂർണ്ണ സമാധാനത്തിങ്കലായി തീരുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. അവിടുന്ന് വിടുവിക്കണമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ കർത്താവേ. അങ്ങയാൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാകയാൽ ഹല്ലേലുയ്യ. ഈ ദൈവത്താൽ വല്ലതും അസാധ്യമാണോ? ഹാലേലുയ്യ അല്ലേ അല്ല എന്ന് കർത്താവേ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പറയുകയാണപ്പാ. അവിടുന്ന് പ്രവൃത്തിയിൽ ഭയങ്കരനാകിയാൽ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ഹാലേലുയ്യ. ദൈവിക സമാധാനത്താൽ ഭവനത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെയും അടിയങ്ങളുടെ മധ്യത്തിൽ അറിഞ്ഞു അറിയാതെയും പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ കർത്താവേ. അവരെയൊക്കെയും എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയ്യ ഹാലേലുയ്യ. അവിടുന്ന് രോഗിക്ക് വൈദ്യൻ. ഹല്ലേലുയ്യ. ആകെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹാലേലുയ്യ. അടിയങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകൾ എന്താണെന്ന് അടിയങ്ങളെക്കാൾ ഉപരിയായി അറിയുന്ന ഒരു നല്ല ദൈവം, ഒരു നല്ല ഡോക്ടർ അടിയങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം കർത്താവേ. ഹാലേലുയ്യ ഹാലേലുയ്യ. സൃഷ്ടിച്ച കർത്താവിന് അതിന്റെ കേടുപാടുകളൊക്കെ നികത്തുവാൻ അവിടുന്ന് ശക്തനായ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് കർത്താവേ അടിയങ്ങളുടെ എല്ലാ രോഗികളെയും ഈ സമയം ഏൽപ്പിക്കുകയാണ് നാഥ. അവിടുന്ന് മനസ്സലിയുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗക്കിടക്ക മാറ്റി പിരിക്കുന്ന കർത്താവ് എന്റെ ദൈവമാകയാൽ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ബന്ധനങ്ങളൊക്കെയും അഴിയുവാന്, കെട്ടുകളൊക്കെയും പൊട്ടുവാന് ഹാലേലുയ സ്വർഗമേ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ക്ഷീണിച്ചു പോകുവാൻ, മടുത്തു
പോകുവാൻ സമ്മതിക്കരുതപ്പാ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എല്ലാ രോഗികളെയും പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകയാൽ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ടുള്ള കുറവുകളെ കർത്താവെ ക്ഷമിക്കുമാറാകണമേ. സകല മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാതെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മ്യൂട്ടാ. താങ്ക് യു പറഞ്ഞതാ. താങ്ക് യു. ओके, अभी हम प्रार्थना करेंगे, हम देश के लिए प्रार्थना करेंगे। हमारे देश का अवस्था सभी को मालूम है। एक तो हमारा संविधान के लिए हम प्रार्थना करेंगे, हमारा जो रूलिंग पार्टी है उसके लिए हम प्रार्थना करेंगे। सच्चाई प्रभु का आलोचना के अनुसार ये लोग देश को चलाने के लिए हम प्रार्थना करेंगे, और ऑपोजिशन लीडर्स के लिए हम प्रार्थना करेंगे। खास करके हम प्रार्थना करेंगे राहुल गांधी के लिए, उनका सुरक्षा के लिए प्रार्थना करेंगे। प्रभु उन्हें संभाल के रखे और देश को अच्छा रीति से चलाने के लिए प्रभु का इच्छा हो तो उनको नियुक्त करने के लिए हम प्रार्थना करेंगे। अगले बार उनके आ जाए उसके लिए हम प्रार्थना करेंगे, और हम प्रार्थना करेंगे हमारे देश को अवस्था को बदलने के लिए प्रार्थना करेंगे। और चीजों का महंगाई इतना ज्यादा हो गया है और उसके लिए प्रार्थना करेंगे। और हम प्रार्थना करेंगे इस जितने भी ये लोग जो चला रहे, और हमारा हर दिन हमारा दास लोगों के लिए भी सताव भी इतना बढ़ते जा रहे हैं। लोग कोई भी किसी के और कोई शांति नहीं है किसी का भी जीवन में, क्योंकि ये लोग बहुत वो अपना सब काज करने चलाने नहीं देते हैं। हमारा चर्चों को तोड़ देते हैं और प्रभु के दास लोगों को जेल में बंद कर देते हैं। तो ऐसे करके काफी समस्या हमारे देश में हो रहे। हम प्रार्थना करेंगे, और काफी देश में बारिश से परेशान है। मालूम है राजस्थान और उधर हमारा यूपी में भी है, फिर उत्तराखंड और उत्तराकाशी हिमाचल में सब बहुत ज्यादा बारिश अभी भी हो रही है। हम प्रार्थना करेंगे प्रभु हर एक लोगों को प्रभु संभाल के रखने के लिए हम प्रार्थना करेंगे, और हर एक मुश्किल से, हर एक तकलीफ से, हर एक बीमारी से, हर एक को कोई मतलब सबको संभालने के लिए हम प्रार्थना करेंगे। और अब संविधान के लिए भी प्रार्थना करेंगे। कोई भी एक जने सारे विषय के लिए प्रार्थना करिए। Praise the Lord. Hallelujah. कीजिए, करिए। हालेलुया। धन्यवाद 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 सामर्थ्य परमेश्वर पिता प्रभु जी, हम आपका धन्यवाद देते हैं राजा। हालेलुया हालेलुया हालेलुया। जीवित महान परमेश्वर प्रभु जी, सामर्थ्य खुदावंद, हम आपका धन्यवाद देते हैं। आपके चरणों के निकट आते हैं परमेश्वर पिता, धन्यवाद देते हैं प्रभु। आपके प्रियदास हैं जिन्हें जो भी प्रार्थना विषय बताया प्रभु जी। हालेलुया। प्रभु जी, हमारे देश के लिए प्रार्थना करते हैं, हमारे भारत देश में प्रभु होने दे। प्रभु आपकी दया, आपके अनुग्रह को मांगते हैं परमेश्वर पिता, यीशु मसीह के नाम से खुदावन आप दया करिए, अनुग्रह करिए प्रभु जी। हालेलुया हालेलुया। हमारे भारत देश के प्रभु जी हर एक राज्यों के लिए प्रभु जी हम प्रार्थना करते हैं, अलग अलग जगहों, अलग अलग जिलों में प्रभु जी आपकी अनुग्रह, आपकी आशीष मांगते हैं प्रभु। आपकी बेदारी को आने के लिए हम प्रार्थना करते हैं परमेश्वर पिता। हालेलुया। प्रभु जी दुआ करते हैं खुदावंद यीशु मसीह प्रभु होने दे परमेश्वर। कई जगहों पर इन दिनों में प्रभु जी अलग अलग तरीके से प्रभु आपके लोगों को सताया जा रहे हैं प्रभु जी। यीशु मसीह प्रभु हमारे देश की प्रभु इस हालत को, इस कंडीशन को प्रभु जी आप जानते हैं मेरे परमेश्वर पिता। हालेलुया। प्रभु जी आप दया करिए परमेश्वर, दया करिए प्रभु जी हमारे प्रभु हमारे देश में, हमारे भारत देश में खुदावंद आपके अनुग्रह को मांगते परमेश्वर। हालेलुया। प्यारे पिता आपको धन्यवाद देते हैं प्रभु जी, और दुआ करते हैं प्रभु जी। प्यारे पिता परमेश्वर मौसम के लिए प्रार्थना करते हैं। कई इलाकों में प्रभु जी एक गहरा बड़ा बाढ़ आने के कारण से अलग अलग जगहों पर प्रभु किसी को रहने में दिक्कत हो रहा है, किसी के रोड जाम हो गया है, लेकिन प्रभु जी हम प्रार्थना करते हैं ऐसी अवस्था में परमेश्वर पिता आप दया करिए खुदावंद। हालेलुया। यीशु मसीह के नाम से प्रभु जी हम प्रार्थना करते हैं परमेश्वर। प्रभु जी होने दे प्रभु जी, प्रभु जिन जिन जगहों में परमेश्वर ऐसी कंडीशन है प्रभु जी, उन जगहों में परमेश्वर आपकी दया को मांगते हैं प्रभु जी। हालेलुया। यीशु के नाम से खुदाबंद
प्रभु जी किसी भी कारण से प्रभु जी आपके लोगों को कोई तकलीफ ना हो परमेश्वर। प्रभु जी हम प्रार्थना करते हैं, यीशु मसीह आप दया करिए परमेश्वर। हर बातों को जानने वाले परमेश्वर आप हैं, प्राकृतिक चीजों को भी प्रभु आपके द्वारा चलाई जाती है खुदावंद। यीशु मसीह हम दुआ करते हैं खुदावंद, आशीष करिए परमेश्वर, ब्लेस करिए खुदावंद। धन्यवाद देते हैं प्रभु जी। और परमेश्वर पिता इस बरसात के कारण से, इस मौसम के कारण से किसी का प्रभु खेती बाड़ी में परमेश्वर कोई नुकसान ना होने पाए प्रभु जी, हम प्रार्थना करते हैं, अनुग्रह करिए प्रभु जी, आप दया करिए मेरे परमेश्वर। हालेलुया, यीशु मसीह के नाम से परमेश्वर हम दुआ करते हैं खुदावंद, आप दया करिए और अनुग्रह करिए परमेश्वर। हालेलुया, एक और बार फिर से हम दुआ करते हैं, आशीष कर अनुग्रह प्रभु जी। फिर से एक और बार अपने देश को, हमारे भारत देश को आपके हाथ में सौंपते हुए प्रभु जी हम धन्यवाद देते हैं, आपके नाम को ऊंचा उठाते हैं। धन्यवाद करते हैं, आपने मेरी प्रार्थना विनतियों को सुना है, इसके लिए हम धन्यवाद देते हैं। सारा आदर महिमा आपको देते हुए प्रार्थना उद्धार करता मसीह यीशु के नाम से मांगते हैं, आमीन। आमीन आमीन आमीन। प्रभु ने हमारा प्रार्थना सुना, हम धन्यवाद करेंगे। हालेलुया हालेलुया हालेलुया। थैंक यू पास्टर जी। प्रभु आपको आशीष और अनुग्रह करे, आपको सेवकाई को भी, आपको परिवार को भी। और अभी हमारा समय ऑलमोस्ट हो चुके हैं। अभी हम प्रार्थना करेंगे, हमारा युवा पीढ़ी के लिए प्रार्थना करेंगे, सबको प्रभु संभाल के रखे। और उनका जो बाहर जो पढ़ाई वगैरह करते हैं उनके लिए हम प्रार्थना करेंगे। जो पढ़ाई पूरा होने के बाद में जो नौकरी के लिए वेट करता है उनके लिए हम प्रार्थना करेंगे। और हम प्रार्थना करेंगे जो बच्चे बाहर हैं उनके लिए भी हम प्रार्थना करेंगे। उनका जो काफी स्थिति बदल गया है बाहर का भी, मतलब विदेश राज्यों को, तो हम प्रार्थना करेंगे। हमारे जितने भी बच्चे बाहर में हैं उनके लिए हम प्रार्थना करेंगे, सबको प्रभु संभाल के रखने के लिए प्रार्थना करेंगे। और यहाँ जो पढ़ाई कर रहे बच्चे के लिए प्रार्थना करेंगे, और जो पढ़ाई खत्म होने के बाद में नौकरी के लिए वेट कर रहे हैं उनके लिए भी हम प्रार्थना करेंगे। और अभी हम प्रार्थना करेंगे, शादी का उम्र हुआ बच्चे के लिए प्रार्थना करेंगे, और जिसका शादी होने के बाद में जो बच्चा नहीं है उनके लिए प्रार्थना करेंगे। और सारे जितना भी ऐसे सबको मालूम है क्या क्या विषय है युवा पीढ़ी का, तो आप लोग कोई भी एक जन इस विषय के लिए प्रार्थना करके हम क्लोज करेंगे। पास्टर है ജോയ് പാസ്റ്റർ ഉണ്ടോ? ആ എന്നാ പിന്നെ ഈ ഒരു വിഷയത്തിനും കൂടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്തരും പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം ധ്യാനിപ്പാൻ എല്ലാം കർത്താവ് കൃപ ചെയ്തു. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നല്ല ആരാധന നൽകി, നല്ല വചനം നൽകി, ആമേൻ, പ്രാർത്ഥനയുടെ ജീവൻ പ്രിയദാസിയും കർത്താവ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, തലമുറകൾ കർത്താവിന്റെ ദാനമാകയാൽ അവർ ദൈവത്തിന്റെ വചനപ്രകാരവും ദൈവത്തിന്റെ ഹിതപ്രകാരവും മുന്നേറുവാൻ കൃപ ചെയ്യുമാറാകണം. ഞങ്ങളുടെ ചുറ്റും കണ്ണോടിക്കുമ്പോൾ അനേകം തലമുറകൾ നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ ദൈവഭയമില്ലാതെ, മാതാപിതാക്കൾക്ക് അനുസരണമില്ലാതെ, ആമേൻ, അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് അവരുടെ ജീവിതം നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവെ, ഈ ദിവസങ്ങളിൽ അവരെ വിടുവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെയും തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ വരുത്തരുതേ. ദൈവഹിത പ്രകാരം, ദൈവവചന പ്രകാരം, ദൈവവ്യവസ്ഥ പ്രകാരം മുന്നേറുവാൻ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. ദൈവത്തിന്റെ വചനത്തെ ആഴമായി പഠിച്ച് ഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ, വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ എല്ലാ തലമുറകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. നിരാശയുടെ വക്കിലിരിക്കുന്ന തലമുറകളുണ്ട് കർത്താവെ. മാനസിക സംഘർഷം അനുഭവിക്കുന്ന തലമുറകളുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന തലമുറകളുണ്ട് കർത്താവെ. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അനേക തലമുറകളുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങളും പ്രാർത്ഥിച്ചിട്ട് മറുപടി എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ആമേൻ, ദൈവത്തിന്റെ അദൃശ്യ കരം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക തലമുറകൾ വ്യാകുലതയോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ
ആമേൻ പ്രീസലോടെ സ്ഥലത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. ആമേൻ ഞങ്ങളുടെ ഭാവി ഭദ്രമായി തീരുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ല. ഞങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായി തീരുന്നില്ല. അങ്ങനെ ഭാരപ്പെടുന്ന നിരാശയിലായിരിക്കുന്ന അനേകം തലമുറകളുണ്ട് കർത്താവെ. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, അവർക്കൊരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം അവരെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കണ്ട്, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് അടുക്കപ്പെടുവാൻ തക്കവണ്ണം അവർ മുഖാന്തരം അവരുടെ കൂടെ ഉള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരും ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുവാൻ കർത്താവെ അവരെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകളെ ഉപയോഗിക്കുമാറാകണം കർത്താവെ. അവരെ അനുഗ്രഹിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശത്രുവിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. ആമേൻ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി മുന്നേറുവാൻ തക്കവണ്ണം ഓരോ തലമുറകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തടസ്സങ്ങളെയും വിശ്വാസത്താൽ അവർ അത് നീക്കിക്കൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ അവർക്ക് ആത്മബലവും ആമേൻ കൃപയും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിവാഹത്തിനായി ആമേൻ പ്രീസലോട് എല്ലാ സാഹചര്യങ്ങളും വന്നിട്ട് നടക്കാതിരിക്കുന്ന അനേക വിവാഹ ബന്ധങ്ങൾ ഇന്ന് പകൽക്കാലം ആ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധം വേർപെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അനേക കുടുംബങ്ങൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ ആമേൻ ഹല്ലേലൂയ കൂട്ടിച്ചേർത്തത് മനുഷ്യരാർ വേർപിക്കാൻ കഴിയാതെ വണ്ണം കർത്താവ് അതിനെ ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വിവാഹ ബന്ധനങ്ങളിൽ ആമേൻ ഉലച്ചിൽ നേരിട്ടുകൊണ്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പഠിക്കുന്ന പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധി ജ്ഞാനവും ദൈവകൃപയും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഭദ്രമായി തീരട്ടെ. പൂജനമാർഗത്തിന് വേണ്ടി ഭാരപ്പെടുന്നവർ അവർക്ക് ആമേൻ തക്ക ജോലി ലഭിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യും. കർത്താവ് അവിടുത്തെ വാഗ്ദത്തമാണ്, നിങ്ങളുടെ ആമേൻ വിയർപ്പിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അവർക്ക് അധ്വാനിക്കുവാനുള്ള ആമേൻ വഴികളെ കർത്താവ് തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പ്രൈസലോട് അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും വ്യർത്ഥമായി തീരാതെ, ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ടും മുന്നേറാൻ കഴിയുന്നില്ലെന്ന് ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. അവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കണം. എല്ലാ തലമുറകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹപാത്രമായി തീരട്ടെ. അവർ തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന അബ്രഹാമിന്റെ വാഗ്ദത്തം ഈ തലമുറകളിൽ മേൽ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് ഇത്രത്തോളം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. ഇത്രത്തോളം മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, आमेन। सभी पीढ़ियों को आपके हाथों में समर्पण करता है। आपने आशीष के लिए धन्यवाद, आपने अनुग्रह के लिए धन्यवाद, आमेन। अभिषेक के लिए धन्यवाद। इन दिनों में हम वो देखना चाहते हैं प्रभु जी, उनके द्वारा सारे पीढ़ी आशीष पाने दे, उनके फ्रेंड लोग आशीष पाने दे, उनके आमें चारों ओर जितने लोग उन्हें देखते हैं उन्हें वो भी आप आशीष पाने दे प्रभु जी। हम धन्यवाद दे स्तुति करते हैं। आपके दासी के आमें बलवंत किया है प्रार्थना लीड करने के लिए इसलिए धन्यवाद। सारे प्रार्थना निवेदनों को आपके हाथों में समर्पण करते हैं। आशीष करे, अनुग्रह करे। सारे आदर महिमा स्तुति धन्यवाद हम आपको देते हुए प्रार्थना प्रभु यीशु मसीह के पवित्र नाम से करता हूँ, सुन और करो पिता, आमेन। पिता का प्रेम, पुत्र यीशु मसीह कृपा, पवित्र आत्मा का सहभागिता, प्रार्थना किया हुआ हर एक विषय के ऊपर, आए हुआ सभी लोगों के ऊपर, सुना हुआ वचन के ऊपर प्रभु यीशु मसीह के दूसरे आगमन तक हमेशा हमेशा बना रहे, आमेन। हम विजय परमेश्वर को हम धन्यवाद करें। प्रभु सबको आशीष करे। റെക്കോർഡിംഗ് വന്നാക്കിയായിരുന്നോ? ഇല്ല, ഞാൻ പാസ്റ്റർ പോസ്റ്റ് ആക്കിയിരിക്കുക. അല്ല, റെക്കോർഡിംഗ് ചാലു ആയിരുന്നു. കാരണം എന്റെ ഇവിടെ നെറ്റ് പോയി, ഇവിടെ ഭയങ്കര ഇല്ല, അത് റെക്കോർഡ് ഓണാ ഇപ്പോഴും. അത് ശരി. ഇവിടെ ഭയങ്കര മഴയായിട്ട് അത് ബന്ധായി പോയി. അത് മാത്രമല്ല, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, എന്റെ റെക്കോർഡിംഗ് ലാപ്ടോപ്പിൽ ചാലു ആക്കിയ ഉടനെ നെറ്റ് അടിച്ചു പോകും. എന്തോ പ്രശ്നമുണ്ട്.